ഒരമ്മയുടെ വായിൽ നിന്ന് ഒരിക്കലും അച്ഛൻ്റെ കുറ്റം പറഞ്ഞു കേൾക്കരുത്. അമ്മയെ താഴ്ത്തിക്കെട്ടുന്ന അച്ഛന്മാരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിർത്തുക. നിന്റെ അമ്മ ഒരു പൊട്ടിയാണ്, നിന്റെ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ, നിന്റെ അമ്മയ്ക്ക് വർത്താനം പറയാൻ അറിയാവോ, നിന്റെ അമ്മയ്ക്ക് ഒരു നല്ല കൂട്ടാൻ വയ്ക്കാൻ അറിയാവോ, ഇങ്ങനെ ഈ അമ്മയെ താഴ്ത്തിക്കെട്ടുന്ന അച്ഛൻ അമ്മയുടെ കോൺഫിഡൻസ് കളയുന്നതിനോടൊപ്പം കുട്ടികളുടെ കോൺഫിഡൻസും കളയുക. ഇങ്ങനെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ വെച്ച് എൻ്റെ ഡോക്ടറെ ഇവനൊരു മണ്ടനും പൊട്ടനും ആയി പോയി ഡോക്ടറെ, ഇങ്ങനെയൊന്നും പറയരുത്. ആരുടെയും ഡോക്ടറുടെ എന്നല്ല, ആരുടെയും മുമ്പിൽ വെച്ച് കുട്ടി അങ്ങനെ പറയരുത്. അങ്ങനെ ADHD ഉള്ള കുട്ടികളെ നമ്മളത് ഐഡന്റിഫൈ ചെയ്യാതെ, അത് നമ്മളൊന്ന് മനസ്സിലാക്കാതെ നമ്മൾ മുമ്പോട്ടങ്ങ് പോകുകയെന്ന് വിചാരിക്കും. ഈ കുട്ടി നാളെ സമൂഹത്തിനൊരു വിപത്താവും. ആരെങ്കിലും വിളിച്ചിട്ട് എടാ ഇതൊന്നും അടിച്ചു നോക്കടാ, നീ നോക്ക് എങ്ങനെ ഇരിക്കുമെന്നറിയോ, എന്ത് രസമാണെന്നറിയോ, നീ എടാ ഒരു ആണാണോ, ഇങ്ങനെ നമ്മളുടെ ഒരു ആൺകുട്ടിയുടെ ആണത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നീ ഒരു ആണാണോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലെല്ലാം വീണു പോകുന്നത് ബഹുഭൂരിപക്ഷവും ഇതുപോലെ ചെറിയ വൈകല്യമുള്ള കുട്ടികളാണ്. ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്പർദ്ധ 3 തലമുറയെ കോടതി മുറിയിൽ എത്തിച്ചു എന്ന് ഓർക്കണം. അച്ഛനും അമ്മയും 2 മുറികളിൽ കഴിയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇന്ന് അച്ഛൻ അമ്മയുടെ അടുത്തേക്കോ അമ്മ അച്ഛൻ്റെ അടുത്തേക്കോ പോകണം. എൻ്റെ അപ്പൻ ഭയങ്കര വെള്ളവാ എന്നെ. അപ്പയുണ്ടല്ലോ, അപ്പൻ ഇങ്ങനെ ഷർട്ട് കൊടുന്ന് ഈ വാതിലിൽ തൂക്കിയിട്ടുണ്ട്. അപ്പയോ അമ്മയെ ഞാനും ഒക്കെ അതിൽ നിന്ന് എടുക്കും പൈസ, അങ്ങനെ എടുത്തെടുത്തെടുത്ത് ഇത് അങ്ങനെയൊക്കെ എടുത്തൊക്കെയാണ് ഞാനിങ്ങനെ. അപ്പൊ ഇതൊക്കെ എവിടെ നിന്നാ പഠിക്കണേ ആ കുട്ടി? സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്, നമ്മൾ ഇട്ട് കൊടുക്കുന്ന വിത്ത്. ഇന്ന് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കുറച്ച് നിമിഷം നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണടച്ചിരിക്കുന്നിടത്തിരുന്നുകൊണ്ട് കുറച്ച് നിമിഷം നമ്മുടെ മക്കൾക്ക്, അവര് ജനിച്ച ആ ദിവസം, നിങ്ങളുടെ കൈകളിലേക്ക് അവരെ തന്ന ആ നിമിഷം, അവരുടെ മുഖം എങ്ങനെയിരുന്നു എന്ന് മനസ്സിലൊന്ന് ഓർത്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കൂ. മക്കളാണ് നമ്മളുടെ സമ്പത്ത്. അങ്ങനെയുള്ള നമ്മളുടെ സമ്പത്ത് എന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ മക്കളെ നമ്മൾക്ക് ഈശ്വരൻ തന്നപ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ കൂടി അതിനോടൊപ്പം നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. അച്ഛനമ്മമാരുടെ കണ്ണുകളിലൂടെയാണ്, അവരുടെ മനസ്സിലൂടെയാണ് ഒരു കുട്ടി ആദ്യമായിട്ട് ഈ ലോകം കാണുന്നത്. എല്ലാ സ്നേഹത്തിൻ്റെയും മൂല്യം കണക്കാക്കാൻ അവർ താരതമ്യം ചെയ്യുന്നത് അച്ഛനമ്മമാരുടെ സ്നേഹത്തോടായിരിക്കണം. അവർ നൽകുന്ന സ്നേഹത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ആനന്ദം, അത് എത്രമാത്രം കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്നു. അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിന് അച്ഛനമ്മമാരുടെ സ്നേഹം, അച്ഛനമ്മമാർ പ്രകടിപ്പിക്കുന്ന സ്നേഹം, അവരുടെ ഉള്ളിലുള്ള സ്നേഹമല്ല ഞാൻ പറയണേ, അച്ഛനമ്മമാർ പുറത്ത് പ്രകടിപ്പിക്കുന്ന ആ സ്നേഹത്തിന് വലിയ ഒരു പങ്കുണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക. ഏത് മതവിഭാഗമായാലും, ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും, നമ്മളുടെ എല്ലാം പ്രാർത്ഥനകളിൽ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയുണ്ട് ഇല്ലേ? മുസ്ലിംസ് ദുആ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവരുടെ എനിക്ക് ഖുറാനിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ളത്, മക്കളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്, സമ്പത്തും സന്താനങ്ങളും ഈ ഭൗതിക ജീവിതത്തിലെ അലങ്കാരങ്ങളാകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അവരുടെ ഒരു പ്രാർത്ഥന, മുസ്ലിംസിൻ്റെ ഒരു പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ, അതായത് മനസ്സന്തോഷം പ്രദാനം ചെയ്യണേ, ഞങ്ങളെ ഭയഭക്തന്മാർക്ക് മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് ഖുർആനിലൊരു പ്രാർത്ഥനയുണ്ട്. ഇനി ക്രിസ്ത്യൻസിനാണെങ്കിൽ അവരുടെ നിത്യപ്രാർത്ഥനകളിൽ, നിത്യപ്രാർത്ഥനാ പുസ്തകങ്ങളിൽ നിത്യപ്രാർത്ഥനയുണ്ട് മക്കൾക്ക് വേണ്ടി, ഉണ്ടല്ലോ അല്ലേ? മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. ഇനി ഹിന്ദുസിനാണെങ്കിൽ കൗസല്യാദേവി, ശ്രീരാമചന്ദ്രൻ വനവാസത്തിനായിട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വനവാസത്തിന് പോകുമ്പോൾ വളരെയധികം മനസ്സ് വിഷമിച്ചുകൊണ്ട് സകല ദൈവങ്ങളെയും വിളിക്കുകയാണ് കൗസല്യാദേവി. എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. മകൻ കാട്ടിലേക്കാണ് പോണത്. അപ്പോൾ
എൻ മകൻ എന്ന് പറഞ്ഞ് ചൊല്ലുന്ന ആ പ്രാർത്ഥന, ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറയാൻ, ഞാൻ എൻ്റെ മക്കൾ എന്ന് സംബോധന ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട് ദിവസേന. ഞാനൊന്ന് അത് ചൊല്ലാം, 4 വരിയേ ഉള്ളൂ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമ ഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയ കാരിണീ ചണ്ഡികേ എൻ മക്കളാശു നടക്കുന്നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തൻ മതികെട്ടുറങ്ങിയിടുന്ന നേരവും സമോദമാർന്ന് രക്ഷിച്ചിടുവിൻ നിങ്ങൾ. എല്ലാവരോടും പ്രാർത്ഥിക്കണം. അവരിയ്ക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ അവരെ രക്ഷിക്കണേ എന്ന്. ഈ ഒരു പ്രാർത്ഥന ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛനമ്മമാരുടെ മനസ്സിലും എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്തെല്ലാം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും, നിങ്ങൾ എന്തെല്ലാം വായിച്ചാലും മനസ്സിലാക്കിയാലും അനുഭവങ്ങൾ ഉണ്ടായാലും പ്രാർത്ഥനയ്ക്കൊരു വലിയ ശക്തിയുണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്നവർ മനസ്സിലാക്കുക. പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വെക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമായിട്ട് ഇതിനെ നിങ്ങൾ കാണുക. അപ്പം ചോദിക്കും, പണ്ടത്തെ കാലത്ത് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊന്നും ഇല്ലാതിരുന്ന കാലത്തല്ലേ ഞാനും നിങ്ങളുമൊക്കെ വളർന്നത്? അന്നൊന്നും ഇതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടല്ലല്ലോ നമ്മളെ പഠിപ്പിച്ചത്. ഇപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ എന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾക്ക് ഒരു സംശയം തോന്നിയാൽ നിങ്ങൾ ഓർക്കുക, ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ജീവിച്ചിരുന്ന ഈ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അണുകുടുംബങ്ങളായി. അണുകുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു അച്ഛൻ, അമ്മ, മക്കൾ, അല്ലെങ്കിൽ ഒരു കുട്ടി, അച്ഛനും അമ്മ, ഒരു കുട്ടിയും ഉണ്ടാവും. പണ്ടാണെങ്കിലോ കൂട്ടുകുടുംബത്തിൽ ചേട്ടനനിയന്മാരുടെ മക്കളെല്ലാവരും ഉണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, മുത്തശ്ശനുണ്ട്, അമ്മൂമ്മയുണ്ട്. എപ്പോഴും എല്ലാ വീട്ടിലും ഒരു വിവാഹം, മിക്കവാറും എല്ലാ വീട്ടിലും ഒരു വിവാഹം കഴിക്കാത്തൊരു വ്യക്തി ഉണ്ടാവും, എന്തെങ്കിലും ഒരു സുഖമില്ലാത്ത ഒരാളുണ്ടാകും, കല്യാണം കഴിക്കാതെ നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകൾ അടങ്ങുന്ന ഒരു കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ ഓരോ കുട്ടിയും ഒന്നല്ലെങ്കിൽ മറ്റൊരാളുടെ കൈകളിൽ സുരക്ഷിതരാണ്. ആ കൂട്ടത്തിൽ ഒരു ദേഷ്യക്കാരിയായ അമ്മായി ഉണ്ടാവും, ഒരു കുശുംബിയായിട്ടുള്ള ചിറ്റ ഉണ്ടാവും, സ്നേഹനിധിയായ മറ്റൊരു മാമി ഉണ്ടാവും, വളരെ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു അമ്മാവനുണ്ടാവും, അല്ലെങ്കിൽ മുത്തശ്ശൻ വളരെ കർക്കശ സ്വഭാവക്കാരനും അതിൻ്റെ ഒപ്പം തന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന മുത്തശ്ശനുണ്ടാവും. അച്ഛനും അമ്മയും സ്വന്തം മക്കളെ വഴക്ക് പറഞ്ഞാലോ 2 തല്ല് തല്ലിയാലോ ഒക്കെ അവരെ ചേർത്ത് പിടിക്കാൻ മറ്റാളുകളുണ്ട്. ഇനി ഇതൊന്നും ഇല്ല എങ്കിൽ പോലും അയൽപ്പക്കത്തെ ആളുകളുമായിട്ട് നല്ല സ്നേഹത്തിലായിരിക്കും എല്ലാവരും. മതിൽക്കെട്ടുകളില്ലാത്തൊരു കാലമായിരുന്നു അത്. എല്ലാം ഒരുപോലെ കണ്ടിരുന്നത്. അപ്പം കുഞ്ഞുങ്ങളെപ്പോഴും ഇന്നൊരു അച്ഛൻ്റെ ഒരു അടി കിട്ടിയാലും അടുത്ത നിമിഷം ഓടിപ്പോയി കളിച്ചു തിരിച്ചു വന്നു. ആ അടിച്ചെടുത്തൊന്ന് അമ്മൂമ്മ ഇത്തിരി ഭസ്മം പറ്റിത്തരും. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലുള്ള അനുഭവം പറഞ്ഞത്. 2 തല്ലൊക്കെ കിട്ടി കഴിയുമ്പോൾ വേഗം അമ്മൂമ്മ പറയും, കുട്ടി ഇത്തിരി ഭസ്മം എടുത്ത് പറ്റിക്കോളും, അത് മാറിക്കോളും, അത് തിമിർത്ത് കിടക്കണം, അത് മാറിക്കോളും. അതിന് അച്ഛനോടും അമ്മോടും വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല, നന്ദിയേ ഉള്ളൂ. എന്നെ ഇന്ന് ഞാൻ ഇങ്ങനെ ആയതിന് എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മോടും അല്ലേ ഏറ്റവും കൂടുതൽ കടപ്പാട്. ഭർത്താവിനോടും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. എനിക്ക് അദ്ദേഹം അതിനൊരു പ്രോത്സാഹനം തന്നില്ലേ എനിക്കിവിടെ വരാൻ പറ്റില്ലല്ലോ. എങ്കിലും അച്ഛനമ്മമാർക്ക് ശിക്ഷിക്കാനുള്ളൊരു അധികാരം, അച്ഛനമ്മമാരുടെ ശിക്ഷണത്തിൽ വളരുന്ന മക്കൾ, ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളും ഓർക്കുക, അച്ഛൻ്റെയും അമ്മയുടെയും ശിക്ഷണത്തിൽ വളരുന്ന മക്കളെ നല്ല നിലയിലെത്തുള്ളൂ. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ലൊരു ശതമാനം കുഞ്ഞുങ്ങളും അച്ഛനമ്മമാരുടെ ആ ഒരു നോട്ടത്തിൽ വളരുന്ന കുട്ടികളായിരിക്കണം. അതിന് ഒത്തിരി ഗുണം ചെയ്യും. ഇന്ന് പലരും മക്കളെ ഭയക്കുന്നു, മക്കളെ പേടിയാ, മക്കളെ വഴക്ക് പറയാൻ പേടിയാ. അവരെന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ ഉടനെ ചിന്തിക്കുന്നത് അതാ. അങ്ങനെ അതിക്രമം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾ, അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികളെ അങ്ങനെയുള്ള അതിക്രമങ്ങളിലേക്ക് പോവുകയുള്ളൂ. അച്ഛനും അമ്മയ്ക്കും മക്കളിൽ ഒരു കൺട്രോൾ വേണം തീർച്ചയായിട്ടും. അത് അമ്മയേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരോർക്കുക, അമ്മ കരഞ്ഞാലും പിള്ളേർക്ക് അത്രയും ഉള്ളൂ. അച്ഛൻ്റെ മനസ്സ് വിഷമിക്കുമ്പോൾ, അച്ഛൻ്റെ തല താഴാനൊരിട വരുമ്പോൾ
കുറച്ചുകൂടെ കൂടുതൽ കുട്ടികളെ അത് ബാധിക്കുന്നതായിട്ട് പല അധ്യാപകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്, എൻ്റെ സ്വന്തം കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നേക്കാൾ കൂടുതൽ അവരുടെ അച്ഛൻ വിഷമിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒന്ന് ഫീൽ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ കൺട്രോളിൽ, അമ്മയുടെ കൺട്രോളിൽ വളരേണ്ട മക്കളെ ഇന്ന് ഈ അണുകുടുംബങ്ങളിലാകുമ്പോൾ അവർക്ക് കണ്ടുപഠിക്കാൻ ആരുമില്ല, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അവർക്ക് ഓടിച്ചെന്ന് ഒരു സങ്കടം പറയാൻ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അവർക്ക് അവരുടെ ഗദ്ഗതങ്ങൾ മുഖത്തു നിന്ന് മനസ്സിലാക്കാൻ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഒരു കുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് അവൻ അനുഭവിക്കുന്ന ആ മാനസിക സംഘർഷത്തെ മനസ്സിലാക്കാൻ ഒരു അമ്മയ്ക്കും ഒരു അച്ഛനും സാധിക്കുന്നു എങ്കിൽ വിജയം. ഇതൊന്നും നമ്മൾ അറിയാതെയാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പാളിപ്പോകും. ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ വരുന്നതിനെ കുറിച്ച് ഇന്നലെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, എന്നെ വളരെയധികം സ്പർശിച്ച ഒരു പുസ്തകം തത്വമസി എന്ന സുകുമാർ അഴീക്കോട് സാർ എഴുതിയ ഒരു പുസ്തകമുണ്ട്. തത്വമസി. ഇതില് അതിൻ്റെ ആമുഖം, പൊതുവെ എല്ലാവരും ഈ ബുക്ക് വായിക്കുക, ഇതിൻ്റെ ആമുഖം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. ജീവിതത്തിലെ പല സംഭവങ്ങളും നമ്മെ വിഡ്ഢികളാക്കി കടന്നു കളയുന്നു. ഇത് മനസ്സിലാക്കലാണല്ലോ വിവേകത്തിൻ്റെ ആരംഭം. ഈ പുസ്തകം എഴുതുവാൻ തുടങ്ങുമ്പോൾ അത്തരമൊരു വിവേക പര്യവസായിയായ സംഭവം ഞാൻ ഓർത്തുപോയി. പണ്ടത്തെ ഹൈസ്കൂളിലെ 4th ഫോമിൽ ഒരു നാടൻ സ്കൂളിൽ നിന്ന് ജയിച്ചെത്തിയ എന്നെ സംസ്കൃതം എടുത്തു പഠിക്കാൻ അച്ഛൻ നിർബന്ധിച്ചപ്പോൾ തുടങ്ങും മുമ്പേ തോറ്റുപോയ ഒരു പ്രതിഷേധ സമരം അച്ഛൻ്റെ തീരുമാനത്തിനെതിരെ നടത്താൻ മുതിർന്നവനാണ് ഞാൻ. വാത്സല്യം കൊണ്ട് മക്കൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന സ്വഭാവക്കാരനായിരുന്നു അച്ഛനെങ്കിൽ അധ്യാപനത്തിലും സാഹിത്യ വിമർശനത്തിലും പ്രഭാഷണത്തിലും മറ്റും പിന്നീട് പരന്നുപോയ എൻ്റെ ജീവിതത്തിലെ വമ്പിച്ചൊരു നഷ്ടത്തിന് അത് തുടക്കം കുറിച്ചു പോയേനെ. അന്നത്തെ ബാലവിഭ്രമം അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന വാക്കാണ്. ആ കുട്ടിയുടെ ആ അറിവില്ലായ്മയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വികാരം, എനിക്ക് സംസ്കൃതം പഠിക്കണ്ട എന്ന് അദ്ദേഹത്തിന് തോന്നിയ ആ വിഭ്രമം, അന്നത്തെ ബാലവിഭ്രമം പിതാവിൻ്റെ ആജ്ഞാശക്തി മൂലം എൻ്റെ ഭാവിയെ ബാധിക്കാതെ പോയതിനാൽ ഞാൻ രക്ഷപ്പെടുകയുണ്ടായി. ഞാൻ ഇന്ന് ചേർന്നിരിക്കുന്ന ലോകമാകട്ടെ ഇത്തരം ബാലചാബല്യങ്ങൾക്കാകണം വിദ്യാർത്ഥികളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന സിദ്ധാന്തം ഏറെക്കുറെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്രമാത്രം മാറിപ്പോയ ഈ പുതിയ പ്രപഞ്ചത്തിൽ എനിക്ക് വിദ്യാർത്ഥിയായി കഴിയേണ്ടി വന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ തോന്നുന്ന ആശ്വാസം ഞാനിപ്പോൾ ഓമനിച്ചു പോരുന്ന ഒരു സ്വാർത്ഥ വികാരമാണ്. ഇനിയുള്ളത് കേൾക്കുക. കാലം മറ്റൊരു തരത്തിലായിരുന്നത് കൊണ്ടാണ് അന്ന് എൻ്റെ തീരുമാനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അച്ഛന് കഴിഞ്ഞത്. അങ്ങനെ ഞാൻ അല്പം സംസ്കൃതം പഠിച്ചു. ഇന്ന് അപ്രകാരം വിവേകരഹിതമായ ഒരു തീരുമാനത്തിൽ നിന്ന് സ്വന്തം മകനെ ആജ്ഞാശക്തി മൂലം രക്ഷിക്കാൻ പോരുന്ന എത്ര പിതാക്കളുണ്ട് എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നു. ശരിയല്ലേ? എത്ര അച്ഛന്മാർക്ക് മക്കളിൽ ഒരു സ്നേഹസമ്പന്നമായ ഒരു കൺട്രോൾ ഉണ്ട്, എത്ര അമ്മമാർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മക്കളെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അവരുടെ ഷൂസിൽ നിന്നുകൊണ്ട് ഒന്ന് ചിന്തിക്കാൻ നമുക്കൊരു മനസാന്നിധ്യം ഉണ്ടായാൽ മതി. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുഞ്ഞും ഈ ലോകത്തെ അറിയുന്നത് അച്ഛനമ്മമാരുടെ മനോഭാവങ്ങളിലൂടെയാണ്. അച്ഛനമ്മമാർക്ക് മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡാണ് മക്കളും എടുക്കുന്നത്. ഇപ്പോൾ അച്ഛൻ്റെ അമ്മയോട് സ്വന്തം അമ്മയ്ക്ക് താല്പര്യമില്ല എങ്കിൽ മനസ്സുകൊണ്ട് കുട്ടിക്കും താല്പര്യം വരില്ല. അമ്മയുടെ ബന്ധുക്കളോട് അച്ഛന് താല്പര്യമില്ല എങ്കിൽ കുഞ്ഞുങ്ങൾക്കും അടിസ്ഥാനപരമായി താല്പര്യം വരില്ല. അപ്പോൾ എല്ലാം നമ്മൾ എന്താണോ കുട്ടികളുടെ തലച്ചോറിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അതാണ് അവിടെ ഇരുന്ന് വളരുന്നത്. ഒരു കുട്ടി നശിക്കാനൊരിട വന്നാൽ അതിൻ്റെ ഉത്തരവാദി ഒരു 75% അച്ഛനമ്മമാരാണ്. അതെപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവുക. അത് നമ്മളെ ഒന്ന് പഠിപ്പിച്ചേ പറ്റൂ. ഇപ്പം ഇവിടെ വന്നിട്ടുള്ള അമ്മമാർക്ക്, അച്ഛൻ വന്നിട്ടില്ല, അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ
ഭർത്താവിനോട് എനിക്ക് സ്ത്രീകളോടാണ് പറയാനുള്ളത്, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ നല്ല സമയം നോക്കി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അച്ഛന്മാരെ കുറ്റപ്പെടുത്താതെ. ഒരിക്കലും അച്ഛൻ്റെ കുറ്റം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മ ഒരിക്കലും ഒരു നല്ല അമ്മയല്ല. മക്കൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട. മക്കൾ ഇതെല്ലാം കാണുന്നുണ്ട്. നല്ല ബോധമുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ. വളരെയധികം ഐക്യമുള്ള കുട്ടികളാണ്. എല്ലാവരുടെയും വികലമായ സ്വഭാവ രീതികൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഹെൽപ്ലെസ് ആണ് കുട്ടികൾ. പക്ഷെ ഒരമ്മയുടെ വായിൽ നിന്ന് ഒരിക്കലും അച്ഛൻ്റെ കുറ്റം പറഞ്ഞു കേൾക്കരുത്. അമ്മയെ താഴ്ത്തിക്കെട്ടുന്ന അച്ഛന്മാരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിർത്തുക. നിന്റെ അമ്മ ഒരു പൊട്ടിയാണ്, നിന്റെ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ, നിന്റെ അമ്മയ്ക്ക് വർത്താനം പറയാൻ അറിയാവോ, നിന്റെ അമ്മയ്ക്ക് ഒരു നല്ല കൂട്ടാൻ വയ്ക്കാൻ അറിയാവോ, ഇങ്ങനെ ഈ അമ്മയെ താത്തിക്കെട്ടുന്ന അച്ഛൻ അമ്മയുടെ കോൺഫിഡൻസ് കളയുന്നതിനോടൊപ്പം കുട്ടികളുടെ കോൺഫിഡൻസും കളയുക. ജീവിക്കാനുള്ള ആ ഒരു തൻ്റെ ഇടം കുട്ടിക്കില്ലാതെ പോവുക. എപ്പോഴും നിങ്ങൾ ഓർക്കണം, നല്ല ഓർമ്മകൾ മക്കൾക്ക് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ലോകത്തു നിന്ന് പോവാൻ. ഇന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഓർമ്മകളെ നമ്മളെക്കുറിച്ച് ഉണ്ടാകാവൂ. അവരെ ശിക്ഷിക്കരുതെന്നോ അവരെ തല്ലരുതെന്നോ ഒന്നും അല്ല പറയണേ. കൊടുക്കേണ്ട സമയത്ത് 2 അടിയൊക്കെ കൊടുക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പം ഞാനീ പറയുന്നത് നിയമത്തിനെതിരാണ്. എന്നാൽ പോലും അത്യാവശ്യം വടിയെടുക്കാമെന്ന് ഹൈക്കോടതിയും പറഞ്ഞു ഈ അടുത്ത കാലത്ത്. അപ്പോൾ അത് അവരുടെ നന്മയ്ക്കല്ലേ നമ്മൾ ചെയ്യണത്. അവരെ എന്നാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ചില വീടുകളിലെ മാതാപിതാക്കൾ കുറച്ച് പെരുമാറ്റ വൈകല്യമുള്ള ഒരു ഭർത്താവാണ് ഒരു സ്ത്രീക്കുള്ളതെങ്കിൽ, അതായത് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് നാമകരണം ചെയ്യുന്ന ഒരു വല്ലാത്ത സ്വഭാവക്കാരൻ, വേദനിപ്പിച്ച് പിള്ളേരെ വേദനിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുക, ഭാര്യയെ വേദനിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുക, അങ്ങനെ അവരെ ഒരു ഡോർമാറ്റാക്കി ഇങ്ങനെ ഇട്ടേക്കുക. അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നില്ല. അവർ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലുള്ള പുരുഷന്മാരാണ് നിങ്ങളുടെ ഭർത്താവെങ്കിൽ, തിരിച്ച് ഭാര്യ ഭയങ്കര ഒരു വഴക്കാളിയും ഒരാളുമായിട്ടും ചേരാത്തൊരു സ്വഭാവക്കാരിയാണ് ഭാര്യയെങ്കിലും, ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ ആ പാർട്ട്ണർക്ക് സാധിക്കണം. ഇത് മക്കളെ ബാധിക്കാതെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അവരുടെ മുമ്പിൽ വെച്ച് അവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറ്റങ്ങൾ പറയുകയോ പഴിചാരുകയോ ചെയ്യാതെ നല്ല രീതിയിൽ അതിനെ ഇത് കൂട്ടത്തിൽ ആരുടെയെങ്കിലും ഭർത്താക്കന്മാർ മദ്യപാനികളായിട്ടുണ്ടെങ്കിൽ, വെറുതെ വല്ലപ്പോഴും ഒന്ന് സ്മോൾ അടിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, മദ്യപാനം കൊണ്ട് നിങ്ങൾക്ക് നിവൃത്തികേടാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു തരത്തിലും അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ അതുങ്ങളുടെ ഭാവി കഷ്ടത്തിലായിട്ടിരിക്കുകയും കുട്ടികളെ എനിക്കറിയാം പല വീടുകളിലും ഫ്യൂസ് ഊരിക്കൊണ്ട് പോവുക, ലൈറ്റ് കെടുത്തുക, രാത്രി പിള്ളേരെ പഠിക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളം ഉണ്ടാക്കുക, ഇങ്ങനത്തെയൊക്കെ വിക്രിയകളാണ് പുരുഷൻ കാണിക്കുന്നതെങ്കിൽ, വളരെ സൗമ്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അയാൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഒരു രോഗിയായി എന്നർത്ഥം, അയാൾ ഈ മദ്യത്തിന് അടിമയായി എന്നർത്ഥം. അങ്ങനെ ഒരു മദ്യത്തിന് അടിമയായിട്ടുള്ള ആളെ ഭാര്യ നല്ല വാക്ക് പറഞ്ഞാലൊന്നും അതിൽ നിന്ന് അയാൾക്ക് പിന്തിരിയാൻ പറ്റില്ല. സമയമാകുമ്പോൾ അയാൾക്ക് പോയി കഴിച്ചേ പറ്റൂ. അങ്ങനെ അയാളെ കുറിച്ചി ഹോമിയോ ഹോസ്പിറ്റലിൽ എന്ത് ഫ്രീ ആയിട്ടാണ് അവിടെ ചികിത്സ നടത്തുന്നത്, ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് നടത്തുന്നതുണ്ട്, പണം കൊടുത്ത് താമസിച്ച് നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഉപായം പറഞ്ഞു തരാം. കോട്ടയം ജില്ലയിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസുണ്ട് മുട്ടമ്പലത്ത്. അവിടെ വന്ന് ഒരു പരാതി എഴുതി തന്നാൽ മതി. ഭർത്താവിനെ ജയിലിലടയ്ക്കാനൊന്നുമല്ല, ഭർത്താവ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു വരുത്തി ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് വിധേയനാക്കാനുള്ള നടപടി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞൊരു അപേക്ഷ എഴുതി കൊടുത്തു നോക്കൂ. നമുക്കത് അവിടെ ഒരു വിക്ടിം റൈറ്റ്സ് സെൻറ്റർ എല്ലാ ജില്ലയിലുമുണ്ട് ഈ നിയമസേവന അതോറിറ്റിയുടെ ഭാഗമായിട്ട്. വിക്ടിംസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും. ഇനി ഒരു പുരുഷനാണ് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നത്, ഒരു പുരുഷന് ഭാര്യയെ ഒരു രക്ഷയില്ല, അവർ ഭയങ്കര സംശയരോഗിയാണ്, അവർ ഭയങ്കര വഴക്കാളിയാണ്, അവരെ ഒരു തരത്തിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പുരുഷനും ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി ഒരു കുട്ടിയാണ് ഇത് അനുഭവിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ കുട്ടിയാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെങ്കിൽ, ആ കുട്ടിക്കും ഒരു പരാതി ലീഗൽ സർവീസ് അതോറിറ്റിയിൽ കൊണ്ടുതരാം. എതിർകക്ഷിയെ വിളിച്ചു വരുത്തി അതിനുള്ള നടപടികൾ ചെയ്യും. അതിനുള്ള നടപടികൾ ചെയ്ത് സുഖമായി ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്.
ഇനി ഇതല്ല, ഇങ്ങേരെ ഒന്ന് പോലീസ് ഒന്ന് പറഞ്ഞാലേ ഇയാൾ കേൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ വനിതാ സെല്ലിൽ ഒരു പരാതി കൊടുത്താൽ മതി. അവിടെ ഭർത്താവിനെ ജയിലടയ്ക്കാനൊന്നും അല്ലല്ലോ, നമ്മളൊരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതല്ലേ. അപ്പോൾ അവർക്കും അത് ചെയ്തു തരാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിലുള്ള ആ സാഹചര്യത്തിൽ നിങ്ങളുടെ ആ സാഹചര്യം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ഓർമ്മകൾ ഉണ്ടാക്കി കൊടുക്കുവാൻ, കുട്ടിക്കാലം, അവരുടെ ബാല്യം, അവർക്ക് നല്ല ഓർമ്മകൾ അവർക്ക് നൽകാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ ആ സാഹചര്യത്തിന് ഒരു വ്യത്യാസം വരുത്താൻ നിങ്ങൾ വേണ്ട നടപടികൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ജീവിതം പോവും. കുഞ്ഞിതിൻ്റെ ഇടയിൽ മാനസിക സംഘർഷം അനുഭവിക്കും. അച്ഛനും അമ്മയും മക്കളും മാത്രം അടങ്ങുന്ന ആ 3 മുറിക്കകത്ത് അല്ലെങ്കിൽ 4 മുറിക്കകത്ത് അല്ലെങ്കിൽ 5 മുറിക്കകത്ത് നടക്കുന്ന ആ ഒരു സങ്കടങ്ങൾ അത് ആരോട് പറയാനാ? അപ്പോൾ ഓർക്കുക, മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സ്? ഈ മസ്തിഷ്കത്തിൻ്റെ ആകത്തുകയായിട്ടുള്ള പ്രവർത്തനമാണ് മനസ്സ്. പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ആ മനസ്സ്. ഈ മസ്തിഷ്കത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കുറേ രാസപ്രക്രിയകൾ നമ്മുടെ ഈ തലച്ചോറിനകത്ത് നടക്കുന്നുണ്ട്. നമ്മളറിയാതെ നടക്കുന്നുണ്ട്. അത് ഈ മസ്തിഷ്ക കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില ഏരിയകൾ നമ്മളുടെ സാമൂഹ്യ ബന്ധങ്ങൾ കൂടുന്തോറും അവിടം കുറച്ചുകൂടെ പ്രബലമാവും. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസപദാർത്ഥങ്ങൾക്ക് കുറച്ചുകൂടി അതിൻ്റെ എഫിഷ്യൻസി കൂടും. ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ, നമ്മളങ്ങ് ജീവിച്ചു പോവുമല്ലേ. അപ്പോൾ ഒരു 3 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി എത്രമാത്രം ആളുകളുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നോ, എത്രമാത്രം നല്ലതും ചീത്തയും എല്ലാം കണ്ടു വളരുന്നോ, എന്തുമാത്രം കളിക്കുന്നോ, എത്രമാത്രം വിവിധ തരത്തിലുള്ള ഭാഷകൾ കേൾക്കുന്നോ, വിവിധ തരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്നത് അവൻ കാണുന്നു, എത്ര വൈവിധ്യമാർന്ന കാര്യങ്ങൾ അവൻ കാണുന്നുണ്ടെങ്കിലും അതെല്ലാം ഈ തലച്ചോറ് ഒപ്പിയെടുക്കുകയും തലച്ചോറ് എഫക്റ്റീവ് ആവുകയും ചെയ്യും. ഇനി നിങ്ങളുടെ മക്കളിൽ ചില കുട്ടികൾ, ഇപ്പോൾ 3 മക്കളുണ്ടെന്ന് വിചാരിക്കുക, 3 തരത്തിലായിരിക്കും, ശരിയല്ലേ? എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലൊരു കൃഷ്ണമണി ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇല്ല എന്നല്ല, ഈ ലോകത്ത് മറ്റൊരാൾക്കില്ല. എൻ്റെ കയ്യിലെ രേഖകൾ പോലെ ഒരു രേഖ എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്വിൻ ബ്രദർ ഉണ്ടെങ്കിൽ ആ ആൾക്ക് പോലും ഇല്ല. അപ്പോൾ ഈശ്വരൻ ഓരോരുത്തരെയും ഈ ലോകത്ത് സൃഷ്ടിക്കുന്നത് യുണീക്കായിട്ടാണ്, അതുല്യരായിട്ടാണ്. എന്നെ പോലെ മറ്റൊരാളില്ല. ഒരു ഇല പോലെ വേറൊരു ഇലയില്ല, ഒരു പുഷ്പം പോലെ വേറൊരു പുഷ്പമില്ല, ഒരുപോലെ തോന്നിച്ചാൽ പോലും. ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഓരോ സൃഷ്ടിയും അതുല്യമാണ് ഈശ്വരൻ്റെ സൃഷ്ടികൾ. അപ്പോൾ ആ കുട്ടികളിൽ ഉണ്ടാകുന്ന ആ സ്വഭാവ വ്യത്യാസങ്ങൾ നിങ്ങളൊന്ന് ക്ലോസ് വാച്ച് ചെയ്ത് നോക്കൂ. ചില കുട്ടികൾക്ക് കണക്ക്, കെമിസ്ട്രി, ഫിസിക്സ് ഇതൊക്കെ കാണാപ്പാഠം പഠിക്കാൻ പറ്റും, അവർക്കിതെല്ലാം ക്ലാസ്സിൽ ഫസ്റ്റാണ്, എല്ലാം ആണ്. ചില കുട്ടികൾക്ക് എത്ര ഇരുന്ന് വായിച്ചാലും ഈ കുട്ടിക്ക് മാർക്കില്ല. നിങ്ങൾ കാണുന്നുണ്ട് മകൻ കഷ്ടപ്പെടുന്നത്, മകൾ കഷ്ടപ്പെടുന്നത്, പക്ഷെ മാർക്കില്ല. ചില പിള്ളേർക്ക് പഠിക്കാനേ ഇഷ്ടമില്ല, ഇരിക്കത്തേയില്ല, പഠിക്കാനേ ഇരിക്കത്തില്ല. അപ്പോൾ ഓർക്കുക, അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. ഈ തലച്ചോറിൻ്റെ പ്രവർത്തനമാണ് ഇതിനൊക്കെ കാരണം. അവരുടെ ജീൻസ്, നിങ്ങളതിനൊക്കെ കാരണം. നിങ്ങളുടെ ജീൻസ് വഴിയാണ് ഈ കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കുന്നത്. അതിനെ കുഞ്ഞിനെ പറഞ്ഞിട്ട് കാര്യമില്ല. തലച്ചോറിൻ്റെ ഇടതുവശം ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ വളരെ എഫക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ക്ലാസ്സിൽ ഫസ്റ്റ് ആകുന്നതും കെമിസ്ട്രിക്കും ഫിസിക്സിനും കണക്കിനും ഒക്കെ ഫുൾ മാർക്ക് മേടിക്കുന്നതും. ഇവിടെ ഇന്ന് സമ്മാനം മേടിച്ച കുട്ടികളുടെയൊക്കെ തലച്ചോറിൻ്റെ ഇടത് ഭാഗം വളരെ എഫക്റ്റീവായിരിക്കും. വലത് ഭാഗം എഫക്റ്റീവായിട്ടുള്ള കുട്ടികൾ വലുതാവുമ്പോൾ എന്നെ പോലെയാവും. സംസാരിക്കാനൊക്കെ കഴിവുണ്ടാവും, കണക്കിനൊക്കെ പൊട്ടയായിരിക്കും. ഇപ്പം ഞാൻ കണക്കിന് വളരെ മോശമായിരുന്നു, എനിക്ക് ദോഷമൊന്നും വന്നില്ല ജീവിതത്തിൽ. എനിക്ക് കെമിസ്ട്രിക്കൊക്കെ വളരെ മാർക്ക് കുറവായിരുന്നു. ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്ത്, അന്ന് ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രിയാണ് ഞങ്ങൾക്കൊക്കെ, ഞാൻ 5th ഗ്രൂപ്പായിരുന്നു. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? എനിക്ക് ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ വളരെ കണ്ടൻറ്റഡ് ആണ് ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ സംതൃപ്തരാണെന്നർത്ഥം. ഇത്രയൊക്കെ ഈശ്വരൻ തന്നില്ലേ. ഇപ്പോൾ ഞാൻ പറയണു, പഠിക്കാൻ മോശമായ ഒരു കുട്ടിയുടെ വലതുഭാഗം ആയിരിക്കും എഫക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ആ വലതുഭാഗം എഫക്റ്റീവായ കുട്ടികൾക്ക് മറ്റു പല കഴിവുകളുണ്ടാവും.
ഈ മിടുക്കനായിട്ട് ഫസ്റ്റ് റാങ്ക് മേടിച്ച കുട്ടിയോട് ഈ ബൾബ് കത്തണില്ല മോനെ എന്ന് പറഞ്ഞാൽ അതൊന്നും മാറ്റിയിടാൻ ചിലപ്പോൾ അവനറിയാൻ പറ്റില്ല. പക്ഷേ ഈ പഠിത്തത്തിന് ഇത്തിരി കുറവുള്ള കൊച്ചു ചിലപ്പോൾ ഓടിപ്പോയി അത് ശരിയാകും. എല്ലാം സ്കൂളിലെ എല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യണത് ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന കുട്ടി ആയിരിക്കില്ല മിക്കവാറും. കുറച്ച് പഠിത്തത്തിൽ പുറകോട്ട് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു കഴിവുണ്ട്. ഇനി മറ്റു ചില കുട്ടികളുണ്ട് രണ്ട് ഭാഗവും എഫക്റ്റീവായിട്ടുള്ളവർ. അവരെ സൂപ്പറാണ്. അവരുടെ അച്ഛനമ്മമാർ അവരുടെ പൈതൃകമായിട്ട് കിട്ടിയ ആ നല്ല ജീൻസിൻ്റെ സമ്പത്ത് അത് നല്ലതായിട്ട് പോയി. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുട്ടികളെ എന്താ ചെയ്യാൻ പറ്റുക? ഇടത് ഭാഗം എഫക്റ്റീവായിട്ടുള്ള കുട്ടികളും വലത് ഭാഗം എഫക്റ്റീവായിട്ടുള്ള കുട്ടികളും നമ്മുടെ വീടുകളിലുണ്ട്. ഇനി ചില കുട്ടികളുണ്ട് കുറച്ചു നേരം ഇവിടെ ഇരിക്കും, പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ ആ ജനലിൻ്റെ പൊക്കത്തിൽ പോയിരിക്കും, ട്യൂബ് പിടിച്ച് തിരിക്കുക, നമ്മളെ തല്ലുക, ഒരു നിമിഷം അടങ്ങിയിരിക്കാതിരിക്കുക, കുസൃതി കുട്ടികൾ. അപ്പോൾ ആദ്യമൊക്കെ ഇതൊരു രസമായിട്ട് തോന്നും, പിന്നീട് അതൊരു ശല്യമായിട്ട് തോന്നും, പിന്നീട് അതൊരു ഭാരമായിട്ട് തോന്നും. അങ്ങനെ ഇവൻ പഠിക്കുന്നുമില്ല, ഒരു കാര്യവും ശ്രദ്ധിച്ചിരിക്കുന്നില്ല. ശ്രദ്ധിച്ചൊരു 5 മിനിറ്റ് കൂടുതൽ 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റത്തില്ല. രാത്രി കിടക്കുമ്പോൾ പോലും അവൻ്റെ കയ്യും കാലും അനങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടിയിലെ ഇതുപോലുള്ള സ്വഭാവ സവിശേഷതകൾ നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോഴേ നിങ്ങളൊരു നല്ല അച്ഛനോ നല്ലൊരു അമ്മയോ ആവുള്ളൂ. അത് പീഡിയാട്രിഷ്യനോട്, നിങ്ങളുടെ കുട്ടികളുടെ ഡോക്ടറോട് പറയണം. ഡോക്ടറെ ഇവനിങ്ങനെയാണ്, അവൻ്റെ സ്കൂളിലെ ബുക്ക് ഇങ്ങനെ കുത്തി വരച്ച പോലെ എഴുതിക്കൊണ്ട് വരിക. ഇപ്പം ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ എ ഇങ്ങനെ ഡി ഇങ്ങനെ എഴുതുന്നതിന് പകരം ഡി തിരിച്ചെഴുതുക, ബി തിരിച്ചെഴുതുക, ഇടത്തെ കാലിലെ ചെരുപ്പ് വലത്തെ കാലിലിടുക, ഒരു ഉടുപ്പിൻ്റെ മുകളിൽ കൂടെ വേറെ 10 ഉടുപ്പിടുക. ഇങ്ങനെയൊക്കെയുള്ള മറ്റു കുട്ടികളിൽ നിന്ന് ഇത്രയും ചിന്തിച്ചാൽ മതി. മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പീഡിയാട്രിഷ്യനോട് പറയണം. പീഡിയാട്രിഷ്യനോട് പറഞ്ഞ് ഇതിനെന്താണ് മാർഗം എന്ന് ചോദിക്കുക. ചില കുട്ടികൾക്ക് ഈ ADHD എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ ഒരു ഫുൾ ഫോം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയും. ഈ വലിയ പേരൊന്നും നിങ്ങൾ മനസ്സിലേക്ക് കയറ്റണ്ട. അങ്ങനെ ഒരു സ്വഭാവ വൈകല്യം ഉള്ള കുട്ടികളാണ് ശ്രദ്ധിച്ചിരിക്കാതിരിക്കുക, ഭയങ്കരമായിട്ട് കിടന്ന് കുസൃതി കാണിക്കുക. ഇങ്ങനെയുള്ള സ്വഭാവക്കാരുടെ ആരുടെയെങ്കിലും മാതാപിതാക്കൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് പോയി പറയുക. അതിന് വേണ്ട ഇതൊന്നും വലിയ പബ്ലിസിറ്റി കൊടുത്ത് എല്ലാവരോടും, നിങ്ങളുടെ അനിയത്തിയോടും ചേച്ചിയോടും ചേട്ടനോടും ഇവനെ അങ്ങനെ കൊണ്ടുപോയി, ഇവൻ ഇങ്ങനെയായി, ഇവനെ ഇങ്ങനെ ദൈവത്തെ ഓർത്ത് പറയരുതേ, ആരും അറിയരുതേ. അതൊക്കെ കുട്ടിക്ക് മോശമായി കുട്ടിയെ ബാധിക്കും. അപ്പോൾ വളരെ സൗമ്യമായിട്ട് അവനോട് പറയണ്ട നിനക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന്. സൗമ്യമായിട്ട് അവനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുക. ഡോക്ടറെ ഇവനില്ലാത്ത നേരത്തെ പറഞ്ഞിട്ട് വേണം കൊണ്ടുപോകാൻ. എന്തെങ്കിലും ഇങ്ങനെ കുട്ടിക്കൊരു കുഴപ്പമുണ്ടെങ്കിൽ അവൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ ഡോക്ടറെ ഇവനൊരു മണ്ടനും പൊട്ടനും ആയിപ്പോയി ഡോക്ടറെ, ഇങ്ങനെയൊന്നും പറയരുത്. ഡോക്ടറുടെ എന്നല്ല, ആരുടെയും മുമ്പിൽ വെച്ച് കുട്ടിയെ അങ്ങനെ പറയരുത്. അങ്ങനെ ADHD ഉള്ള കുട്ടികളെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാതെ, അത് നമ്മളൊന്ന് മനസ്സിലാക്കാതെ നമ്മൾ മുമ്പോട്ടങ്ങ് പോകുകയെന്ന് വിചാരിക്കൂ. ഈ കുട്ടി നാളെ സമൂഹത്തിനൊരു വിപത്താവും. ഈ ADHD ഉള്ള കുട്ടികളിലെ നല്ലൊരു ശതമാനവും ലഹരിക്ക് അടിമയാവും. കാരണം എന്താണെന്നറിയോ? അവൻ വളരെ ഫ്ലെക്സിബിളാണ്. ആരെങ്കിലും വിളിച്ചിട്ട് എടാ ഇതൊന്നും അടിച്ചു നോക്കടാ, നീ നോക്ക് എങ്ങനെ ഇരിക്കുമെന്നറിയോ, എന്ത് രസമാണെന്നറിയോ, നീ എടാ ഒരു ആണാണോ, ഇങ്ങനെ നമ്മളുടെ ഒരു ആൺകുട്ടിയുടെ ആണത്തത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നീ ഒരു ആണാണോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലെല്ലാം വീണു പോകുന്നത് ബഹുഭൂരിപക്ഷവും ഇതുപോലെ ചെറിയ വൈകല്യമുള്ള കുട്ടികളാണ്. ഇനി പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിലോ അവരുടെ സ്വഭാവത്തിൽ അവരുടെ കൗമാരപ്രായത്തിൽ അവർ കാണിക്കുന്ന ചില വിക്രിയകൾ നമുക്ക് മനസ്സിലാവും, അമ്മയ്ക്ക് മനസ്സിലാവും. അച്ഛന് മനസ്സിലായില്ലെങ്കിലും അമ്മയ്ക്ക് മനസ്സിലാവും. മകള് ശരിയല്ല, പോണ പോക്ക് ശരിയല്ല, ഇവളിരുന്ന് ആരും കാണാതെ എന്തൊക്കെയോ ആലോചിച്ചിരുന്ന് ചിരിക്കുന്നുണ്ട്, ഇവള് മൊബൈലിൻ്റെ ഉപയോഗം ഇവൾക്ക് കൂടുതലാണ്, രാത്രി പുതപ്പിനിടയിൽ മൊബൈൽ ഉള്ളതുപോലെ അത് ഇങ്ങനെ വെളിച്ചം അതിൻ്റെ ഇടയിലൂടെ അടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഇവളുടെ പോക്കത്ര ശരിയല്ല, അമ്മുമ്മ വീട്ടിൽ പറയുന്നുണ്ട്, അമ്മുമ്മ പറയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ട് കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പീഡിയാട്രിഷ്യനോട് വേണ്ടത് പറയുക. പീഡിയാട്രിഷ്യൻ നയിക്കുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കുട്ടിയെ കാണിക്കുക. ഇല്ലെങ്കിൽ നല്ല വൈദഗ്ധ്യമുള്ള ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോവുക. അതിന് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ഭൂമിക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഭൂമിക
ജില്ലാശുപത്രിയിലെ കണ്ണ് വിഭാഗത്തിനോട് ചേർന്നാണ് അത് പ്രവർത്തിക്കുന്നത്. ഫ്രീ ആണ്, പാസ് പോലും എടുക്കണ്ട അതിൻ്റെ അകത്തേക്ക് കയറാൻ. ഭൂമികയിൽ പോകാനാന്ന് പറഞ്ഞാൽ മതി. ആരും അറിയാൻ പോണില്ല. നമ്മുടെ കുട്ടിക്ക് ഒന്ന് നല്ലത് പറഞ്ഞു കൊടുത്ത് അവളെ ഒന്ന് വഴിക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കൗൺസിലർ അമ്മയാണ് കേട്ടോ, അമ്മയും അച്ഛനുമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ആരുമില്ല. അത് കൗൺസിൽ ചെയ്യേണ്ട ഒരു സമയം എപ്പോഴാണെന്നറിയോ? രാത്രി കിടക്കാൻ നേരത്ത് കൂടെ പോയി കിടക്കുക, ചേർത്ത് പിടിക്കുക, തലയിൽ ഇങ്ങനെ തലോടിയിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കുക. അപ്പോൾ ഈ കുട്ടി വളരെ ഇന്നസെൻ്റ് ആയിട്ട് അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കുട്ടി റെസ്റ്റ്ലെസ് ആണെന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ സ്നേഹിക്കുമ്പോൾ കുട്ടിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട്, എന്തോ ഒരു കുറ്റബോധം അവളെ അല്ലെങ്കിൽ അവനെ വേട്ടയാടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ചേർത്ത് പിടിച്ച് മോളാണ് എൻ്റെ എല്ലാം എന്ന് പറയാൻ, അത് പറയാൻ ഒരു അമ്മയ്ക്ക് പറ്റണം, ഒരു അച്ഛന് പറ്റണം. ഞാൻ പറയണു, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും, ഇപ്പം എനിക്ക് 56 വയസ്സായി, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഇല്ല ഇപ്പം. എത്രമാത്രം ഞാൻ അവരെ മിസ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യം വരുമ്പോഴും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഏതു പ്രായത്തിലും നമ്മളെ ആവശ്യമാണ്. അവർക്ക് ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ അച്ഛൻ നിൻ്റെ കൂടെയുണ്ട്, ഞങ്ങൾ 2 പേരും ഉണ്ട് നിൻ്റെ കൂടെ. ഇനി അച്ഛൻ നമ്മൾ വിചാരിക്കുന്നിടത്ത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അമ്മ സ്മാർട്ടാവണം. നിനക്ക് ഞാനുണ്ട്, എന്തു വന്നാലും ഞാനുണ്ട്, അച്ഛനും ഉണ്ടാവും. ഇപ്പം അച്ഛൻ അങ്ങനെയാണെന്ന് വിചാരിച്ച് പേടിക്കണ്ട. തിരിച്ച് അച്ഛനാണ് അമ്മയെ നമ്മൾ വിചാരിക്കുന്നിടത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അച്ഛന് സാധിക്കും. മക്കളെ ഞാനുണ്ടറി നിനക്കെന്ന് പറയാൻ, മോനെ നിനക്ക് ഞാനുണ്ടറാ എന്ന് പറയാൻ. അങ്ങനെ ചേർത്ത് കിടത്തി നിങ്ങളൊന്ന് 2 മിനിറ്റ് ഒന്ന് മക്കളോട് സംസാരിച്ച് നോക്കൂ. അത് ഭയങ്കരമായിട്ട് അവരെ നിങ്ങളുടെ വലയിൽ കൊണ്ടുവരും. നിങ്ങളുടെ കരവലയത്തിലേക്ക് അവൾ വരും, അല്ലെങ്കിൽ അവൻ വരും. രാത്രി കിടക്കാൻ നേരത്ത് നിനക്ക് എത്ര ചീത്ത വിചാരങ്ങൾ നിൻ്റെ മനസ്സിലൂടെ പോയാലും നീ ഒരു സ്വപ്നം കാണണം, എവിടെയെങ്കിലും എത്തണമെന്നൊരാഗ്രഹം നിനക്കുണ്ടാകണം. നിനക്ക് ആരാകണമെന്ന് നിനക്കൊരു ബോധം വേണം. മക്കളോട് പറഞ്ഞു കൊടുക്കണം, നിനക്ക് ഇഷ്ടമുള്ള പോലെ ആയിക്കോ. നിനക്കൊരു അധ്യാപികയാകാനാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ നിനക്ക് സ്കൂളിലെ ഏറ്റവും നിനക്ക് ഇഷ്ടമുള്ള അധ്യാപികയെ നീ മോഡലാക്ക്. നിനക്കൊരു ഡോക്ടറാവാനാണ് ആഗ്രഹമെങ്കിൽ നീ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നീ സ്റ്റെതസ്കോപ്പും ഇട്ട്, നീ ആ ഡോക്ടറുടെ കോട്ടും ഇട്ട് ആ ജില്ലാശുപത്രിയുടെ വരാന്തേ കൂടെ നീ നടക്കുന്നതായിട്ട് നീ സ്വപ്നം കാണണം മോനെ. നീ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം, അതിനെ നീ ഒന്ന് മനസ്സിൽ കാണണം നിൻ്റെ രൂപത്തെ. അതും സാധിക്കും മോനെ. നീ എവിടെയെങ്കിലും എത്തിയാലല്ലേടാ അച്ഛനും അമ്മയ്ക്കും അഭിമാനമാവുള്ളൂ. ഇങ്ങനെയുള്ള ഒത്തിരി കൂടുതൽ പറയാൻ നിൽക്കരുത്. കൂടുതൽ പറഞ്ഞാൽ കുട്ടികൾക്ക് ദേഷ്യം വരും, കുട്ടികൾ നമ്മളെ ശ്രദ്ധിക്കില്ല. വളരെ കുറച്ച് തലയൊക്കെ തടവിക്കൊണ്ട് സ്നേഹത്തോടെ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ഒന്ന് പറഞ്ഞു നോക്കും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും രാത്രി കിടക്കാൻ നേരത്ത് അവരുടെ കൂടെ പോയി കിടക്കണം. അവരെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവണം. മറ്റത് നമ്മുടെ ജീവിതത്തിൻ്റെ പാച്ചില് നമുക്കൊന്നിനും നേരെയില്ല. നമുക്ക് സ്നേഹമുണ്ടല്ലോ, നമുക്ക് കുഞ്ഞുങ്ങളെ നമ്മുടെ അല്ലേ, നമ്മളെന്തിനാ അത് കാണിക്കണേ? അല്ല, കാണിക്കണം, പ്രത്യേകമായി കാണിക്കണം. അങ്ങനെ കാണിക്കാത്തവരുടെ മക്കളാണ് ലഹരിയുടെ പുറകെ പോവുകയും ചെറിയ ഒരു വിഷമം തട്ടുമ്പോഴേക്കും ആത്മഹത്യയിലേക്ക് പോകുന്നതുമൊക്കെ അച്ഛനമ്മമാർ കൊടുക്കാത്ത ആ സ്ട്രെങ്ത്തിൻ്റെ ബാക്കിയാണ്. അച്ഛനമ്മമാർ കൊടുക്കുന്ന ആ ഒരു ബലം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടുമ്പോഴേ ഇവിടുന്ന് പോകണം എന്നൊക്കെ തോന്നുള്ളൂ. പിന്നെ ഈ വൈകല്യങ്ങളെ തിരിച്ചറിയാത്തതും ഒരു കുഴപ്പമാണ്. ഈ കുട്ടിക്കൊരു വൈകല്യമുണ്ട്, പെരുമാറ്റ വൈകല്യം എൻ്റെ കുട്ടിക്കുണ്ട് എന്ന് ടീച്ചർ പറഞ്ഞാൽ ടീച്ചറോട് ദേഷ്യം, അമ്മൂമ്മ പറഞ്ഞാൽ അമ്മൂമ്മോട് ദേഷ്യം. അപ്പോൾ അതിന് പകരം അത് നല്ല രീതിയിൽ അവർ പറയുന്നതിനെ ഉൾക്കൊള്ളാനും അതിനുള്ള പോംവഴികൾ വിദഗ്ധരായ ആളുകളിൽ നിന്ന് നേടാനും ഒക്കെ സാധിച്ചില്ല എങ്കിൽ കുട്ടികൾ നശിച്ചു പോകും. അപ്പോൾ ഇതാണ് സാഹചര്യമെങ്കിൽ പോലും ഞാൻ പറയണത് നമ്മൾ ചേർത്ത് കിടത്തി ഇങ്ങനെ സ്നേഹിച്ച് പറയണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ഇന്നത്തെ കാലത്ത്, പണ്ടൊക്കെ ഒരു 13 വയസ്സ് 14 വയസ്സിലാണ് ലൈംഗിക ചിന്തകൾ കുട്ടികൾക്ക് വരുന്നത് ശാസ്ത്രീയമായിട്ട്.
പെൺകുട്ടികളാണെങ്കിൽ പീരീഡ്സ് ആവും, ആൺകുട്ടികളാണെങ്കിൽ അവർ വലിയ കുട്ടികളാവാൻ അവരുടെ ശരീരത്തിന് വരുന്ന വ്യത്യാസങ്ങൾ, ഹോർമോൺസിൽ വരുന്ന ചേഞ്ചൊക്കെ വെച്ച് ഒരു പ്രേമം ഒക്കെ തോന്നുന്നത് ഒരു 14-15 വയസ്സ് പ്രായത്തിലായിരുന്നു പണ്ടെങ്കിൽ. ഇന്നത് 7 വയസ്സ് 8 വയസ്സ് മുതൽ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ അവരുടെ മനസ്സിലേക്ക് കയറും വിധത്തിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട്. മനസ്സിലായോ? അവർക്ക് അങ്ങനെയുള്ള രീതിയിൽ അവരുടെ മസ്തിഷ്കം വളരാൻ ഒരു പ്രായം, പ്രപഞ്ചം പറഞ്ഞിരിക്കുന്ന, പ്രകൃതി പറഞ്ഞിരിക്കുന്ന ഒരു പ്രായത്തിലും മുമ്പേ തന്നെ അവർ ഈ വക കാര്യങ്ങൾ അറിയുമ്പോൾ ഒരു പ്രിമച്യൂറായിട്ടാണ് അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത്, മനസ്സിലാക്കുന്നത് തെറ്റായ രീതിയിലാണ്. അപ്പോൾ അവരുടെ ഹോർമോൺസിൽ ചേഞ്ചുകൾ വരുന്നു. ചെറിയ പ്രായത്തിലെ പ്രേമം സ്കൂളിൽ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മക്കൾ, ഇവിടെ ഇരിക്കുന്ന അമ്മമാര്, അച്ഛന്മാര്, ആൺകുട്ടികളോടാണെങ്കിലും പെൺകുട്ടികളോടാണെങ്കിലും ഒരുപോലെ. പണ്ട് എല്ലാവരും പെൺകുട്ടികളോടാണ് മോളെ അങ്ങനെ ചെയ്യരുത്, മോളെ ഇങ്ങനെ ചെയ്യരുത്, സൂക്ഷിക്കണം. ഇന്ന് ഞാൻ പറയണു, ഈ കോട്ടയം ജില്ലയിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ ആൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നു. പല കുട്ടികളും അത് പുറത്തു പറയുന്നില്ല, അച്ഛനമ്മമാർ പോലും അറിയുന്നില്ല. ഇത് അവർക്ക് മറ്റു കുഴപ്പങ്ങളായി പിന്നീട് അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കപ്പെടുന്നു. ഒരു വക്കീലായ ഞാൻ 33 വർഷമായി ഞാൻ വക്കീലായിട്ട്. ഇതിനോടകം കുടുംബ കോടതി എന്ന് പറയുന്ന ഒരു കോടതി കൂടി വന്നതോടുകൂടി മറ്റൊരു ലെവലിലേക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ഉലച്ചിലുകൾ പോവുകയാണ്. എനിക്ക് ഒരു 3 തലമുറയുടെ കേസ് ഞങ്ങളുടെ ഓഫീസിൽ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് അച്ഛൻ്റെ അമ്മയുടെയും ഡൈവോഴ്സ് കേസ് വന്നു. അത് കഴിഞ്ഞ് മകൻ്റെ കേസ് ഡൈവോഴ്സ് അല്ല, മകൻ ഗുണ്ട ലിസ്റ്റിൽ മകൻ്റെ പേര് വന്നിട്ട് അവൻ ഇങ്ങനെ തല വെട്ടി മാറ്റി ഒരാളുടെ ഇങ്ങനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ച ഒരു കേസ്. ഗുണ്ട അവന് ഒന്നിനെ എന്നാൽ അവനോട് സംസാരിച്ചാലോ, അവനെന്ത് നല്ല പയ്യനാ. അവൻ ആ കോടതിയിലെ പ്രതിക്കൂട്ടിൽ നിൽക്കണ കാണുമ്പോൾ എനിക്ക് കഷ്ടം തോന്നും. കാരണം അവൻ്റെ അമ്മയുടെ കൂടെ അവൻ കൊച്ചിലെ വക്കീലാഫീസിൽ വന്നിരുന്നു. അവനാണോ ഇത്? എന്നെ കാണുമ്പോഴേക്കും മാഡം എന്ന് പറഞ്ഞിങ്ങനെ തൊഴുമ്പോൾ അവൻ്റെ കണ്ണ് നിറയും. ഗുണ്ടേ അവൻ, പക്ഷെ എന്നെ എപ്പോഴൊക്കെ അവൻ തൊഴുത് കാണിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവൻ്റെ കണ്ണ് നിറയും. ഒപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ കുട്ടിക്ക് ചെലവിന് കിട്ടാൻ അവൻ്റെ ഭാര്യ കേസ് കൊടുത്തപ്പോൾ ആ കേസ് വന്നു. 3 തലമുറയുടെ കേസുകളായില്ലേ? എവിടെ നിന്ന് തുടങ്ങി? അച്ഛനും അമ്മയും തമ്മിലുള്ള സ്പർദ്ധ 3 തലമുറയെ കോടതി മുറിയിൽ എത്തിച്ചു എന്ന് ഓർക്കണം. അച്ഛനും അമ്മയും 2 മുറികളിൽ കഴിയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇന്ന് അച്ഛൻ അമ്മയുടെ അടുത്തേക്കോ അമ്മ അച്ഛൻ്റെ അടുത്തേക്കോ പൊക്കോണം, പ്രശ്നം അവസാനിപ്പിച്ചോണം. ആരുടെ ഭാഗത്താണ് തെറ്റെന്നൊന്നും വിശകലനം ചെയ്യാതെ സ്നേഹമായിട്ടിരുന്നോണം. എന്തിന് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി. ആ മക്കൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കൂടെ കിടന്ന് ഇങ്ങനെ സ്നേഹപൂർവ്വം പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് നല്ല സ്പർശവും ചീത്ത സ്പർശവും തമ്മിലുള്ള വ്യത്യാസം. സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, എങ്കിലും ഒരച്ഛനോ ഒരു അമ്മയോ മക്കൾക്ക് ഇങ്ങനെ ചേർത്ത് കിടത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ എഫക്റ്റ് ഉണ്ട്. നല്ല സ്പർശം എന്താണ്, ചീത്ത സ്പർശം എന്താണ് എന്ന് ഒരു കുട്ടി തിരിച്ചറിയണം ചെറിയ പ്രായത്തിൽ തന്നെ. അവനെ സ്നേഹപൂർവ്വം വീട്ടിലേക്ക് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് കയറി വരിക. കുട്ടി ചെന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും ഈ മനുഷ്യൻ ഈ കുട്ടിയെ കയറി ഇങ്ങനെ മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ ആളുടെ കൈകൾ എങ്ങോട്ട് പോകുന്നു എന്ന് ഈ കുട്ടിക്ക് ഒരു ബോധം വേണം. ആ അച്ഛൻ്റെ സുഹൃത്താണെങ്കിലും അയാൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അയാളുടെ കൈകൾ ഒരു സ്പർശിക്കാൻ ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തയിടത്ത്, മറ്റൊരാൾ സ്പർശിക്കുന്നത് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നിടത്തേക്ക് അയാളുടെ കൈകൾ പോവുകയാണെങ്കിൽ നോ എന്ന് പറയാനുള്ള ഒരു ആർജവമുള്ള കുട്ടികളായിരിക്കണം നിങ്ങളുടെ കുട്ടികൾ. വളരെ അസേർട്ടീവായിട്ട് പറയാൻ, വളരെ ധൈര്യത്തോടെ പറയാൻ, ഒരു നോട്ടം കൊണ്ടാണെങ്കിലും ആ വ്യക്തിയെ ഒരു നോട്ടം കൊണ്ട് നിർത്താനാണെങ്കിലും നമ്മുടെ മക്കൾക്ക് സാധിക്കണം. അത് ആൺകുട്ടിക്കും സാധിക്കണം, പെൺകുട്ടിക്കും സാധിക്കണം, ഒരുപോലെ. താങ്ക് യു. ഒരുപോലെ സാധിക്കണം. ആ ചീത്ത സ്പർശത്തെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ അതൊരു ചീത്ത സ്പർശമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വളരെ കുഞ്ഞു കുട്ടികളായിട്ടുള്ള
ആരെങ്കിലും മാതാപിതാക്കൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എവിടേക്ക് തൊട്ടാലാ ചീത്ത, എവിടെ തൊട്ടാലാ നല്ലത് എന്ന് കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല. ഇന്ന് ചില കേസുകൾ വരുന്നത് എന്നെ ചേർത്ത് പിടിച്ചു, പോക്സോ കേസുകൾ വരുന്നത് എന്നെ അവിടെ തൊട്ടു ഇവിടെ തൊട്ടു. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്തൊരു പ്രായത്തിലും നമ്മുടെ കുട്ടി തിരിച്ചറിയണം. എനിക്ക് തോന്നുന്നു ഒരു 3 വയസ്സ് കഴിഞ്ഞിട്ട് 4 വയസ്സാവുമ്പോഴേ ഒരു പാവയെ കാണിച്ചു കൊടുത്ത്, ഒരു കളിക്കുന്ന പാവ, ഒരു ഡോളിനെ കാണിച്ചു കൊടുത്തിട്ട്, ഡോളിൻ്റെ നെറ്റി കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ തൊട്ടാൽ നല്ലത്, സ്നേഹപൂർവ്വം ഒരു ഉമ്മ ആരെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ നെറ്റിയിൽ ഒരു ഉമ്മ തരാൻ പറയുക, കയ്യിൽ ഒരു ഉമ്മ തരാൻ പറയുക, കൈ കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കോച്ച് ചെയ്ത് കുട്ടിയെ വിടണം. കുട്ടിയുടെ കണ്ണിൽ നിന്ന് എന്തോ ഈ കുട്ടിക്കൊരു വിഷമം തട്ടിയിട്ടുണ്ട് എന്ന് അമ്മ മനസ്സിലാക്കിയാൽ, അച്ഛൻ മനസ്സിലാക്കിയാൽ, പോട്ടെ ബസ്സിൽ കയറിയിരിക്കും, ബസ്സിലിരിക്കുമ്പോഴാണ് തൊട്ടടുത്തിരുന്ന ഒരു മുതിർന്ന പുരുഷൻ നമ്മുടെ മകൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ഒന്ന് സ്പർശിക്കാൻ ശ്രമിച്ചാൽ സ്വകാര്യ ഭാഗങ്ങൾ ഏതാണെന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ നമ്മുടെ അടിവസ്ത്രം ഉപയോഗിച്ച് മറയ്ക്കുന്ന ഭാഗങ്ങളെയാണ് സ്വകാര്യ ഭാഗങ്ങൾ എന്ന് പറയുന്നതെന്ന് സഭ്യമായ രീതിയിൽ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും തന്നെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടൊരു നിയമം വന്നു ഭാരതത്തിൽ 2012. ആ നിയമത്തിൻ്റെ ഭാഗമായിട്ട് 18 വയസ്സിൽ താഴെയുള്ള ഒരു ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ, പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടില്ല ആ നിയമത്തിൽ, ആൺകുട്ടിയെയോ പെൺകുട്ടിയെ, പേഴ്സൺ, PERSON, എനി പേഴ്സൺ എന്നാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പേഴ്സൺ എന്ന് പറയുമ്പോൾ ആണും പെണ്ണും ഉൾപ്പെടും. ഒരു പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ആരെങ്കിലും സ്പർശിച്ചാൽ മതി, 5 വർഷം വരെ തടവിനുള്ള ഒരു കുറ്റകൃത്യമാണത്. നിസ്സാര കാര്യമല്ല, വെറുതെ ഒന്ന് തൊട്ടാൽ മതി. അപ്പോൾ അങ്ങനെ തൊടാൻ ശ്രമിച്ചാൽ മതി, ശിക്ഷാർഹമാണത്. ഇത് കുട്ടികൾക്കറിയില്ല. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും തമ്മിൽ പ്രേമമായി. ഇവർ രണ്ടുപേരും ചേർന്ന് ചില വിക്രിയകളൊക്കെ കാണിച്ചു. ആരോ അത് കണ്ടുപിടിച്ചു, സ്കൂളിൽ അറിയിച്ചു. ഉടനെ ഈ ആൺകുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പോയി എന്ന് വിചാരിക്കുക. ഇതാണല്ലോ നടക്കുന്നത്. രണ്ടുപേരും തുല്യമായി എൻജോയ് ചെയ്തതാണ്. എങ്കിൽ പോലും അച്ഛനമ്മമാരിവിടെ ഇരിക്കുന്നവർ വളരെ സശ്രദ്ധം കേൾക്കുക. ആൺകുട്ടിക്കെതിരെ മാത്രമല്ല കേസെടുക്കുക. ആൺകുട്ടി പറയണ അവളും എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കേസെടുക്കും. അതുകൊണ്ട് ആൺകുട്ടികൾ മാത്രം ഇതിൽ പെട്ടുപോകുമെന്ന് വിചാരിക്കേണ്ട. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചാൽ, അതുപോലുള്ള ലൈംഗിക കാര്യങ്ങളിലേക്ക് അവർ കടന്നാൽ രണ്ടുപേരും തുല്യമായി ശിക്ഷിക്കപ്പെടും. വളരെ വ്യസനത്തോടെ ഞാൻ പറയട്ടെ, പത്ര റിപ്പോർട്ടുകളൊന്നും വരില്ല പല കേസുകളിലും. സഹോദരങ്ങളെ പോലും കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കേണ്ട ഒരു കാലമാണിത്. വീട്ടിൽ അടുത്ത ബന്ധുക്കളെയും എല്ലാവരെയും എന്ന് വെച്ച് എല്ലാവരെയും സംശയ കണ്ണോടുകൂടി കാണണ്ട. അങ്ങനെ കാണരുത്. നമ്മളുടെ ഉൾക്കണ്ണുകൾ പ്രവർത്തിച്ചാൽ മതി. നമ്മളുടെ ഉപബോധ മനസ്സിൽ ഇതുണ്ടായാൽ മതി. കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമെന്നുള്ളത്. ചെറിയ പ്രായത്തിലേൽക്കുന്ന ഇതുപോലുള്ള ആഴത്തിലുള്ള മുറിവുകൾ, കുഞ്ഞുങ്ങൾക്കിത് മുറിവാണ്. കുട്ടികൾ ചിലപ്പോൾ അത് എൻജോയ് ചെയ്യുമായിരിക്കും ഒരു ചെറിയ പ്രായത്തിൽ. ബട്ട് ആ കുട്ടികൾക്കുണ്ടായിട്ടുള്ള മനസ്സിനേറ്റിട്ടുള്ള മുറിവുകൾ ബെറ്റാഡിൻ കൊണ്ട് നമുക്ക് ആ മുറിവുണക്കാൻ പറ്റത്തില്ല. അതിന് നല്ല ഒരു കൗൺസിലിംഗ് കൊണ്ടോ ആ മനസ്സിനേറ്റ മുറിവുകളെ മാറ്റാൻ പറ്റത്തക്ക രീതിയിലുള്ള ആളുകളെ കൊണ്ടോ ഒരു തെറാപ്പിയിലൂടെ മാത്രമേ നമുക്ക് ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞാൽ എന്താ പറ്റണമെന്ന് വെച്ചാൽ, ഈ കുഞ്ഞുങ്ങൾ വലുതായി അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, അവരുടെ ഔദ്യോഗിക ജീവിതത്തിലേക്ക്, ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഭയങ്കര അറഗൻ്റായിട്ട് ബിഹേവ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ പോയി അല്ലെങ്കിൽ ഒരു താലൂക്ക് ഓഫീസിൽ പോയി, നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കാണ് പഞ്ചായത്തിലും അവിടെ ഇവിടെയൊക്കെ പോണത്. ചില ആളുകൾ വളരെ അറഗൻ്റായിട്ട് ബിഹേവ് ചെയ്യും. ഇതൊക്കെ അവരുടെ കുട്ടിക്കാലത്ത് ഏറ്റിട്ടുള്ള അവരുടെ മനസ്സിൻ്റെ മുറിവുകളാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഇങ്ങനെയായത്. വളരെ സന്തോഷം അനുഭവിക്കുന്നവർ, സന്തോഷവതിയായിട്ടും സന്തോഷവാനായിട്ടും കാണപ്പെടുന്നവർക്ക് നല്ലൊരു ബാല്യം ഉണ്ടായിരുന്നു എന്ന് കൂട്ടുക.
ഞാൻ ആലോചിക്കുക, ഞാൻ എത്രമാത്രം എൻ്റെ മുത്തച്ഛനോടും അമ്മമ്മോടും ഒക്കെ എത്രമാത്രം താങ്ക്ഫുള്ളാണെന്നറിയാമോ. കാരണം അവരെ അതുപോലെ സ്നേഹിച്ച് വളർത്തിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കുന്ന പലർക്കും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനോട് അതുപോലൊരു സ്നേഹം ഉണ്ടാവും. അവരോട് തോന്നുന്ന നന്ദിയും കടപ്പാടും. അവർ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, ഇവരുടെ സംരക്ഷണയിലാണ് കഴിഞ്ഞു വന്നിരുന്നത്. ഇന്ന് പലരും ഇന്ന് എന്താണ്, വിവാഹം കഴിഞ്ഞ ഉടനെ ഭർത്താവ് ഭാര്യയും കൊണ്ട് വേറെ വീട്ടിൽ പൊക്കണം. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ആളുകളുടെ കൂടെ ഒന്നും ജീവിക്കാൻ പറ്റില്ല, ഭർത്താവിന് ഭാര്യയുടെ ആളുകളുടെ ഒന്നും കൂടെ ജീവിക്കാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ജീവിക്കണം. അപ്പം എന്താ, കുട്ടിയെ അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോവും, അവിടെ നിന്ന് എന്തെങ്കിലും മോശം അനുഭവം കിട്ടിയെന്ന് വരും. ഇതൊക്കെ നോക്കാൻ പറ്റിയ ആളുകൾ നമ്മുടെ കുടുംബത്തുണ്ട്, അവരെ ഏൽപ്പിക്കില്ല. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ നല്ല സ്പർശവും ചീത്ത സ്പർശവും തമ്മിലുള്ള വ്യത്യാസം, അത് അവർക്കൊരു ലൈംഗിക പക്വതയ്ക്കൊരു കാരണമാകും. ലൈംഗികപരമായ കാര്യങ്ങളിൽ ഒരു പക്വത കാണിക്കാൻ, മനസ്സിനെ അടക്കാൻ ഒക്കെ ഒരു ഉത്തേജനമാവും. അവരുടെ തലച്ചോറിലേക്ക് അത് കയറും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, അത് കയറും. പറയേണ്ട രീതിക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഒരു മാനസികമായ ഒരു പക്വത അതുവഴി ഉണ്ടാവും. ഇനി ആധ്യാത്മിക കാര്യങ്ങളിലും കൂടെ നിങ്ങളൊന്നൊരു പക്വത കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കത്തക്ക രീതിയിൽ ഒരു പ്രാർത്ഥന, വീട്ടിൽ ഒരുമിച്ചൊരു പ്രാർത്ഥന, നാമം ജപിക്കുക ഒരുമിച്ച്, അതൊക്കെ കുഞ്ഞുങ്ങൾ വെറുതെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ പരീക്ഷയാകുമ്പോൾ ഓടി അമ്പലത്തിൽ പോവുക അങ്ങനെയല്ല. മതപരമാകുന്നതും ആത്മീയമാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് റിലീജിയസ് ആകുന്നതും സ്പിരിച്വൽ ആകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ആധ്യാത്മികമായി ഒന്ന് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരണം. നമ്മൾക്ക് ഒരു ശക്തിയുണ്ട് നമ്മളെ നിയന്ത്രിക്കാനും. നമുക്ക് ഒരു മണി ചോറ് നമ്മൾ കഴിക്കണമെങ്കിൽ എത്ര പേരുടെ പ്രയത്നത്തിൻ്റെ ഭാഗമാണ് ആ ഒരു മണി ചോറ് നമ്മൾ കഴിക്കുന്നത്. കൃഷി ചെയ്യുന്നു, ഏതോ ഒരാൾ അത് വിതയ്ക്കുന്നു, അത് കഴിഞ്ഞ് അത് കൊയ്യുന്നു, അവിടെ നിന്ന് അത് കയറ്റി കൊണ്ടുപോകുന്നു, അതൊരു ഫാക്ടറിയിൽ ചെല്ലുന്നു, അല്ലെങ്കിൽ ഒരു ഗോഡൗണിൽ ചെല്ലുന്നു, അവിടെ നിന്ന് അതിനെ കെട്ടി ചാക്കിലാക്കുന്നു. എത്ര പേരുടെ ശ്രമമുണ്ട് ഒരു മണി ചോറ് നമ്മൾ കഴിക്കണമെങ്കിൽ. അപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ പലരോട് കടപ്പെട്ടിരിക്കുന്നു. ഈശ്വരനോട് കടപ്പെട്ടിരിക്കുന്നത് പോലെ, അച്ഛനോടും അമ്മോടും കടപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മൾ ഈ ലോകത്തിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് കുട്ടിക്കൊരു തോന്നലുണ്ടാവണം. കുട്ടി നോക്കുമ്പോൾ എന്താ, അച്ഛനും അമ്മയും അവരും, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകമില്ല. കൂടി വന്ന അച്ഛൻ്റെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള അമ്മയുടെ റിലേറ്റീവ്സ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകമില്ല കുട്ടിക്ക്. ഈശ്വരനോട് കടപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ സമൂഹത്തിനോട് നമുക്കൊരു കടപ്പാടുണ്ട് എന്ന് കുട്ടിക്കൊരു ബോധം ഉണ്ടാക്കി കൊടുക്കണം. അത് ആ ഒരു തിരിച്ചറിവുണ്ടാക്കി കൊടുക്കണം. പൈസയുടെ മൂല്യം, ഇവിടെ ബഹുമാന്യനായ ജയകുമാർ സാറ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സമ്പാദ്യശീലം സ്കൂളിൽ തുടങ്ങണത്, അത് വീടുകളിലും അത് തുടങ്ങാം. വീടുകളിലും പണ്ട് നമുക്കൊക്കെ ഉണ്ടായിരുന്ന പോലെ കുടുക്ക, അല്ലേ, ഒരു കുടുക്ക ഉണ്ടായിരുന്നിട്ടില്ലേ പണ്ട്? അതുപോലെ ഉള്ള സാധനങ്ങൾ, അതുപോലുള്ള ഒരു ക്രമീകരണം വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയണേ, പഠിക്കാൻ സ്കൂളിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കും. നിങ്ങൾ അച്ഛനമ്മമാർ പിള്ളേർക്ക് ഒരു നല്ല മനുഷ്യനാവാൻ പഠിപ്പിച്ചാൽ മതി. പഠനമൊക്കെ സ്കൂളിൽ നടക്കുമല്ലോ. നല്ലൊരു മനുഷ്യനാവാൻ, നല്ലൊരു സ്ത്രീ ആവാൻ പെൺകുട്ടികൾക്ക്, മറ്റുള്ളവർ ബഹുമാനം അർഹിക്കുന്ന ഒരു സ്ത്രീ ആവാൻ. പിന്നെ ഇതിനെല്ലാം മോഡലായിട്ട് അച്ഛനും അമ്മയും ഉണ്ടാവണം. ഞാൻ പറയണു, അതിന് പ്രത്യേകിച്ച് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. ഒരു ബഹുമാനം അർഹിക്കത്തക്ക ഒരു സ്ത്രീ ആവാനോ ഒരു പുരുഷനാവാനോ വലിയ നിലയിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ഒന്നും വേണമെന്നില്ല. നമ്മുടെ നാട്ടിലെടുത്ത് നോക്കൂ, ചിലരോട് നമുക്ക് എന്ത് ബഹുമാന, ചിലരോട് എന്ത് സ്നേഹമാ. അപ്പോൾ അതിന് വിദ്യാഭ്യാസമൊന്നും ഒരു ഘടകമല്ല. അതും ഘടകമാണില്ലെന്നല്ല ഞാൻ പറയണത്. സാധാരണക്കാരായിട്ടുള്ള നമുക്ക് നല്ല സ്വഭാവത്തിലൂടെ, നല്ല പെരുമാറ്റത്തിലൂടെ ആളുകളുടെ മനസ്സിലിടം തേടാൻ പറ്റണം. ആദ്യം വീട്ടിലുള്ളവരുടെ മനസ്സിലിടം തേടിയിട്ടാണ് സമൂഹത്തിലുള്ളവരുടെ മനസ്സിലിടം തേടാൻ പോകേണ്ടത്. അപ്പോൾ കുഞ്ഞുങ്ങളോട് നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും അവരുടെ സാമ്പത്തിക കാര്യത്തിലുള്ള അച്ചടക്കം പാലിക്കാനും ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം ഇതെല്ലാം എന്തിനാണ്? ഒരു നല്ല മനുഷ്യനാവാനാണ് എന്ന് ഒരു തിരിച്ചറിവ് അവനുണ്ടാക്കി കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഈ ദേഷ്യമുള്ള പിള്ളേരുണ്ട്. വളരെയധികം ദേഷ്യം, എപ്പോഴും ദേഷ്യം, ശരിയല്ലേ? ചില പിള്ളേർക്ക് അപ്പടി ദേഷ്യം, പ്രത്യേകിച്ച് അവരുടെ കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ദേഷ്യം കാണിക്കുന്ന കുട്ടികളുണ്ട്. ഈ ദേഷ്യം കൂടുതലുള്ള കുട്ടികളെയും
നമുക്ക് തെറാപ്പിയിലൂടെ അവരുടെ ദേഷ്യം മാറ്റി അവരെ നോർമൽ ബിഹേവിയർ ആക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ എന്ത് തോന്നിയാലും നിങ്ങൾ നിങ്ങളുടെ പീഡിയാട്രിഷ്യനോട് പറയുക. മനസ്സിലായോ? ആ പീഡിയാട്രിഷ്യനോട് പറയുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മുമ്പിൽ വെച്ച് പറയരുത്. അവർ കേൾക്കാതെ ഡോക്ടറോട് പറഞ്ഞിട്ട് വേണം അവരെ കൊണ്ടുപോവാൻ, ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാൻ. ഓക്കെ. അതുപോലെ ഈ ADHD ഉള്ള പിള്ളേരില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ആ പെരുമാറ്റ വൈകല്യമുള്ള കുട്ടികളെ തിരിച്ചറിയാൻ ഈ ബഹളം ഉള്ള പിള്ളേർ, ഈ ലഹരിയുടെ പുറകെ പോകുന്ന കുട്ടികൾ കൂടുതൽ എങ്ങനെയുള്ള കുട്ടികളാണ്? ADHD ഉള്ള കുട്ടികളുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. ഇത് കൂടാതെ ചില കുട്ടികളുണ്ടല്ലോ വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കും. എപ്പോഴും അവരിങ്ങനെ ഒരു കണ്ണിങ്ങനെ തൂങ്ങിയ പോലെ, എപ്പോഴും അവരിങ്ങനെ സങ്കടം ഭാവിച്ച പോലെ ഇരിക്കും. ഇതെന്തുകൊണ്ടാണ്? സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആ കുട്ടിക്ക് ഉൽപ്പാദനം കുറവാണ്. അതുകൊണ്ടാണ് ആ കുട്ടി എപ്പോഴും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ഡിപ്രഷനിൽ ഇരിക്കുന്ന കുട്ടി, അത് വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അച്ഛൻ്റെ മദ്യപാനം കൊണ്ടായിരിക്കാം, അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അങ്ങനെ പല പല പ്രശ്നങ്ങൾ. എപ്പോഴും ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛനമ്മമാരും ഓർക്കുക, ബ്രോക്കൺ ഫാമിലീസിലെ, അതായത് അച്ഛനും അമ്മയും തമ്മിൽ നല്ല ബന്ധമില്ലാത്ത വീടുകളിലെ കുട്ടികളാണ് കൂടുതലും ക്രിമിനൽസായി മാറുന്നത്. കൂടുതലും കോട്ടയം ജില്ലാ ജയിലിൽ കിടക്കുന്ന ബഹുഭൂരിപക്ഷം, ഞാൻ ജയിലിൽ ഇടയ്ക്കിടയ്ക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായിട്ട് ഇൻസ്പെക്ഷന് പോവാറുണ്ട്. അതുപോലെ തന്നെ തിരുവഞ്ചൂര് ഒരു കുട്ടികൾ കുറ്റവാളികളായിട്ടുള്ള കുട്ടികൾ താമസിപ്പിക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെയും പോവാറുണ്ട് ഇൻസ്പെക്ഷന്. അപ്പോൾ ഞാനൊരിക്കൽ അതിലൊരു കുട്ടി ഭയങ്കര മോഷ്ടാവാണ്, മൊബൈലാണ് അവൻ്റെ, മൊബൈൽ മോഷ്ടിക്കും അവൻ. അപ്പോൾ ആ മൊബൈൽ മോഷണം ഇങ്ങനെ നടത്തി അവൻ അവിടെ ആ ഒബ്സർവേഷൻ ഹോമിൽ കിടക്കുമ്പോൾ ഒരിക്കൽ ഞാൻ അവിടെ ചെല്ലാനൊരു ഇട വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ എന്തിനാ മോനെ ഇങ്ങനെ ചെയ്യണേ? മോനിത് ആരാ പറഞ്ഞു തന്നേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? മോനെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ മോൻ ഇതുപോലെ ചെയ്യണേ? മോൻ എന്തിനാ ഇങ്ങനെ ചെയ്യണേ? ഇതൊരു ചീത്ത സ്വഭാവമല്ലേ? കുറേ നേരം ഞാൻ അവനെ സ്നേഹിച്ചിരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന പതുക്കെ അവൻ എൻ്റെ ലൈനിൽ വന്നിട്ട് അവനോട്, ആൻറ്റി സത്യം പറഞ്ഞാൽ എന്നെ എൻ്റെ അമ്മ ഇത് പഠിപ്പിച്ചു. ഞാൻ ചോദിച്ചു, നിൻ്റെ അമ്മ നിന്നെ എന്തോ പഠിപ്പിച്ചു? അതായത് അപ്പുറത്തെ വീട്ടിൽ ആൾതാമസമില്ലാത്തൊരു വീടുണ്ട്, ആ വീട്ടിൽ തേങ്ങ വീഴുമ്പം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പം അമ്മ പറയും, എടാ തേങ്ങ വീണു, ഓടിപ്പോയി എടുത്തോണ്ട് വേണം, അവിടെ ആരുമില്ല, നീ പോയി എടുത്തോണ്ട് വന്നു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ നിന്നാണ് ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ പലതും ആ വീട്ടിലെ സാധനം എടുത്ത് വിറ്റ് പൈസ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്മ തന്നു വിട്ടാണെന്നും പറഞ്ഞു. അങ്ങനെ ആ ആൻറ്റി ഞാനിങ്ങനെ ആയിപ്പോയത്. നോക്കൂ, എവിടെ നിന്ന് തുടങ്ങി? അപ്പോൾ എത്ര നിസ്സാരമാണത്. വേറൊരു മോൻ കാണാൻ നല്ല സുന്ദരക്കുട്ടൻ, അവനോട് ചോദിക്കാം, മോൻ നിനക്ക് വലുതാവുമ്പോൾ ആരാവണം? എനിക്ക് IAS പോകണം. അപ്പോൾ ഇവൻ്റെ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ അവൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അവനൊരു മോഷ്ടാവാ. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയാം, അതെ എൻ്റെ അപ്പൻ ഭയങ്കര വെള്ളവാ ആൻറ്റി. അപ്പയുണ്ടല്ലോ, അപ്പനിങ്ങനെ ഷർട്ട് കൊണ്ടുവന്ന് ഈ വാതിലിൽ തൂക്കിയിട്ടു. അപ്പയോ അമ്മയും ഞാനും ഒക്കെ അതിൽ നിന്ന് എടുക്കും പൈസ, അങ്ങനെ എടുത്തെടുത്ത് ഇത് അങ്ങനെയൊക്കെ എടുത്തൊക്കെയാണ് ഞാനിങ്ങനെ. അപ്പം ഇതൊക്കെ എവിടെ നിന്നാ പഠിക്കണേ ആ കുട്ടി? സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്, നമ്മൾ ഇട്ട് കൊടുക്കുന്ന വിത്ത്. ആ ഒബ്സർവേഷൻ ഹോമിൽ ഓരോ കുട്ടിയെയും നമ്മൾ അടുത്ത് ഇടപെടുമ്പോൾ, പെൺകുട്ടികളെ ലൈംഗിക അതിക്രമം കാണിച്ച് വരണ പെൺകുട്ടികളോട് ലൈംഗിക അതിക്രമം കാണിച്ചിട്ട് വരുന്ന പല പുരുഷന്മാരും പല ആൺകുട്ടികളും അവരുടെ ചെറിയ പ്രായത്തിൽ അവർക്ക് ഏറ്റിട്ടുള്ള ചില പീഡനങ്ങളുടെ ബാക്കി പത്രം അത്. എന്തിന്? കുടുംബ കോടതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ അവരെ കൗൺസിലിങ്ങിന് വിടുമ്പോൾ അവർ തുറന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെയാണ് വരണത് മിക്കവാറും. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ബ്രോക്കൺ ഫാമിലിയിലെ കുട്ടികളാണ് കൂടുതലും ലഹരിക്ക് പുറകെ പോകുന്നതും ഇതുപോലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളിൽ പോയി പെടുന്നതുമെല്ലാം വീട്ടിലെ സാഹചര്യങ്ങൾ
ശരിയല്ലാതെ വരുമ്പോഴാണ് എന്ന് ഒരു ബോധം നിങ്ങൾക്കുണ്ടാകുക. നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഓരോ അവസരങ്ങൾ. ചിലപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും കുട്ടി ഇവിടെ വന്നിരുന്ന് ദോശ കഴിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം പലതും. അത് അമ്മയും മോളും തമ്മിൽ, അല്ലെ അമ്മയും മോനും തമ്മിൽ ഭയങ്കര റാപ്പുള്ള സമയമാണ്. ചൂട് ചപ്പാത്തി ഉണ്ടാക്കി അവർക്ക് കൊടുക്കുമ്പോൾ, ചൂട് ദോശ ഉണ്ടാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ, അട ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒക്കെ നമ്മളും ഒരു മാത്രമേ ഉള്ള സമയത്താണ് പല പല കാര്യവും പറഞ്ഞു കൊടുക്കേണ്ടത്. അച്ഛന്മാർക്കാണെങ്കിലോ, നിങ്ങൾ അവരുടെ കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ നോക്കുക. മകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കണ്ടാൽ 2 വീലർ ഉണ്ടെങ്കിൽ 2 വീലറിൻ്റെ പുറകെ കയറ്റി ഇരുത്തി കൊണ്ടുപോവുക. പോണ വഴിക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞു പോവുക. അവളെ പതുക്കെ കയ്യിലെടുക്കുക, അല്ലെങ്കിൽ അവനെ പതുക്കെ സ്നേഹിച്ച് കയ്യിലെടുത്ത് അവനോട് അവൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുക. എന്താണ് നിൻ്റെ പ്രശ്നം? ഞാൻ അമ്മോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എവിടെ? അച്ഛനും അമ്മയും തമ്മിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഇനി അച്ഛൻ ശിക്ഷിക്കുന്നു, അമ്മ എതിർക്കുന്നു, ആ കുട്ടി നശിച്ചു പോകും കേട്ടോ. അമ്മ ശിക്ഷിക്കുന്നു, അച്ഛൻ വേഗം കുട്ടിയുടെ സൈഡിൽ നിൽക്കുന്നു, ആ കുട്ടിയും പോക്കാവും. അച്ഛനും അമ്മയും തുല്യ പങ്കാളിത്തത്തോടു കൂടി കുട്ടികളെ കൈകാര്യം ചെയ്യണം. അല്ലാതെ അച്ഛൻ 2 തല്ല് ചെല്ലുമ്പോഴേക്കും അല്ലെങ്കിൽ 2 ഒച്ച വയ്ക്കുമ്പോഴേക്കും പോയി നിങ്ങളൊന്ന് നിർത്താമോ, ഇങ്ങനത്തെ ഡയലോഗ് ഒന്നും പറയാതെ കുട്ടിയുടെ മുമ്പിൽ വെച്ച് തമ്മിത്തല്ലാതെ, നിങ്ങൾക്ക് തമ്മിത്തല്ലെങ്കിൽ നിങ്ങൾ മുറിക്കകത്ത് കയറി ലോക്ക് ഇട്ടിട്ട് ശബ്ദം കുറച്ച് എന്ത് വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോളൂ. കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയരുത്. കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ അത് കുഴപ്പമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛന് സ്വഭാവ വൈകല്യം, അത് ഞാൻ വീണ്ടും പറയണു. അച്ഛൻ്റെ സ്വഭാവ വൈകല്യം കൊണ്ട് വിഷമം അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അമ്മയുടെ സ്വഭാവ വൈകല്യം കൊണ്ട് വിഷമം അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. ഇവിടെ അധ്യാപകരാരെങ്കിലും ഇരിപ്പുണ്ട് ഈ കൂട്ടത്തിൽ സ്കൂളിലെങ്കിൽ അധ്യാപകരോട് ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും കൗൺസിലിങ്ങിന് ഇങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ തീർച്ചയായിട്ടും ആ കുട്ടികളെ കൗൺസിലിങ്ങിന് വിധേയരാക്കാൻ ഇതിൽ കുഴപ്പക്കാരല്ലാത്ത ആ അമ്മോടോ അച്ഛനോടോ ആരോടാണോ പറഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. സ്നേഹസ്പർശം ആ കുട്ടിക്ക് ഏൽക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുക. പരസ്പര വിരുദ്ധ ശിക്ഷണം കുട്ടിക്ക് പാടില്ല. എന്തെങ്കിലും അതുപോലെ അവനോടൊരു ഇപ്പം നമ്മളൊരു ഇത്തിരി വഴക്ക് കൂടുതൽ പറഞ്ഞു എന്ന് വിചാരിക്കുക, നമുക്ക് തന്നെ തോന്നി നമ്മൾ ഇത്തിരി ഓവറായി പോയി എന്ന് തോന്നിയാൽ അവനോട് സോറി പറഞ്ഞേക്കുക, അവരോട് ക്ഷമ പറഞ്ഞേക്കുക. എടാ ഇത്തിരി കൂടിപ്പോയിടാ, ദേഷ്യം വന്നപ്പോൾ നീ ഇങ്ങനെ കാണിച്ചത്, പോട്ടെ മക്കളെ. അങ്ങനെ നമ്മൾ ക്ഷമ പറയുമ്പോൾ തെറ്റ് കാണിച്ചാൽ ക്ഷമ പറയണം എന്നൊരു ബോധം ആ കുട്ടിക്കും ഉണ്ടാവും. ആ കുട്ടിയിലും അങ്ങനെ ഒരു സ്വഭാവം രൂപീകരിക്കപ്പെടും. അവനറിയാതെ അവളറിയാതെ രൂപീകരിക്കപ്പെടും. ആ ക്ഷമ പറയാനൊരു മനസ്സ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും നിങ്ങളുടെ അച്ഛനമ്മമാരോട് കടപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും നല്ല ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഷെയർ ചെയ്യണം. ഞാൻ പറയണേ, ഇപ്പം ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു പാവമായിരുന്നു, ഒരു ദേവതയായിരുന്നു അമ്മ. അതെനിക്ക് മനസ്സിലായത് കൂടുതൽ മനസ്സിലായത് ഈ പ്രൊഫഷനിൽ വന്നപ്പോഴാണ്. മൂദേവികളായ സ്ത്രീകളെയൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയും കുഴപ്പക്കാരാണോ സ്ത്രീകൾ. ചില അമ്മമാർ വന്നിരുന്ന് ചിലത് പറഞ്ഞു കേൾക്കുമ്പോൾ ഇതിനാണോ ഇവർ കോടതി പോകാൻ വന്നേക്കണമെന്ന് തോന്നിപ്പോവും നിസ്സാരമായ കാര്യങ്ങൾക്ക്. കൊച്ചിലെ ഞാൻ ഓർക്കുക, ഇങ്ങനെ പെറ്റിക്കോട്ടിലെല്ലാം എല്ലായിടത്തും അമ്മയുടെ ഒരു കയ്യൊപ്പുണ്ട് വീട്ടിൽ. എല്ലാ സ്ഥലത്തും വീടിനകത്ത് എവിടെ നോക്കിയാലും അമ്മയുടെ ഒരു കോൺട്രിബ്യൂഷൻ എല്ലായിടത്തും ഉണ്ട്. എൻ്റെ പെറ്റിക്കോട്ടിൽ വരെ അമ്മ ചെറിയ പൂ തയ്ച്ചു തരും, ചെറിയ ഒരു കിളിയുടെ പടം ഉണ്ടാവും ഈ പെറ്റിക്കോട്ടിൻ്റെ അടിഭാഗത്ത്. അതുപോലെ തന്നെ കിടന്നുറങ്ങുമ്പോൾ ആ പില്ലോ കവറിൽ ഒരു വെളുത്ത പില്ലോ കവറായിരുന്നു എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വൃത്തിക്ക് വേണ്ടി. വെള്ള നല്ല കോട്ടൺ തുണിയുടെ പില്ലോ കവർ, അവിടെയൊക്കെ ചെറിയ ഒരു തത്തമ്മ, ചെറിയ ഒരു പൂവ്, അപ്പം അതിലേക്ക് നോക്കി കിടന്നാണ് ഉറങ്ങണത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ചെറിയ പ്രായത്തിൽ അമ്മ എൻ്റെ ക്ലാസ്സിലൊരു ഞാൻ LLBക്ക് പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു. അതൊരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് പറയുന്ന കുട്ടിയായിരുന്നു. അമ്മ ആ കുട്ടിക്കും കൂടെ ഒരു പൊതി ചോറ് എൻ്റെ കയ്യിൽ തന്നുകൊള്ളുമായിരുന്നു. ഒരു മനുഷ്യനറിയാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു കോച്ചിങ് എനിക്ക് എൻ്റെ മക്കൾക്ക് അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും അറിയാതെ ആ കുട്ടിക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നല്ല കോളേജാണത്, പക്ഷേ ഒരു
വളരെ പാവപ്പെട്ട വീട്ടിൽ. അത് കഴിക്കാതെ നിൽക്കുന്നത് ഞാൻ അമ്മോട് ചെന്ന് പറഞ്ഞപ്പോഴും അമ്മ പറഞ്ഞ ആരും അറിയാതെ ബാഗിൽ ഇത് വെച്ചോണം, ആരും അറിയാതെ ഇത് ആ കുട്ടിയുടെ കൂടെ ഇരുന്ന് കഴിച്ചോണം. ആ കുട്ടി ഞാനും കൂടെ ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ നല്ല ഓർമ്മകൾ, അമ്മ തന്ന കുറേ നല്ല ഓർമ്മകൾ, വായിക്കാൻ ധാരാളം പുസ്തകം വാങ്ങിച്ചു തന്ന എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ അബ്ദുൽ കലാമിൻ്റെ PS ആയിരുന്നു. അപ്പോൾ വലിയച്ഛൻ എനിക്ക് ചെറിയ പ്രായത്തിൽ, അത് ആലോചിക്കണം, 40 വർഷം മുമ്പ് വലിയച്ഛൻ കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ വായിക്കണം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ വലിയച്ഛൻ മേടിച്ചു തരുമായിരുന്നു കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ. IAS ആവാൻ വേണ്ടി മേടിച്ചു തന്നതാണ്. IAS ആയില്ലെങ്കിലും ജീവിതത്തിൽ പല കാര്യത്തിലും ആ ബുക്കൊക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പുസ്തകങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച അച്ഛൻ. ചെറിയ പ്രായത്തിൽ വർഷാവസാനം ബുക്കൊക്കെ നമ്മുടെ തീർന്നു കഴിയുമ്പോൾ കുറച്ച് പേജസ് ബാക്കി വരുമ്പോൾ മുത്തശ്ശൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, തീർന്ന നോട്ട് ബുക്കൊക്കെ എടുത്തുകൊണ്ടോ നമുക്കൊരു സാധനം ഉണ്ടാക്കാമെന്ന്. എന്നിട്ട് ആ എഴുതാത്ത പേപ്പർ കീറിയിട്ട് അതിൻ്റെ പുറത്ത് സോവിയറ്റ് നാടെന്ന് പറഞ്ഞ്, ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ, നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല, ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ സോവിയറ്റ് നാടെന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും? സോവിയറ്റ് നാട്, നല്ല പേപ്പറാണ് അതിൻ്റെ. അത് വെച്ചൊരു പുറഞ്ചട്ടി ഉണ്ടാക്കും. എന്നിട്ട് ഈ പേപ്പർ വെച്ച് ചാക്ക് തയ്ക്കണ സൂചി വെച്ച് ഒരു ബുക്ക് ഉണ്ടാക്കും, കൊച്ചു ബുക്ക്. എന്നിട്ട് എൻ്റെ പേര് അതിലെഴുതും. ഇങ്ങനെ ആ പേരെഴുതി ആ ബുക്ക് ഇങ്ങനെ പിടിച്ച് നടക്കും, ടീച്ചറാവാൻ കളിക്കാൻ. എൻ്റെ അറ്റൻഡൻസ് ബുക്കാണ് ടീച്ചറായിട്ട് കളിക്കുമ്പോൾ. അപ്പം ഒരു പുസ്തകത്തെ സ്നേഹിക്കാൻ, വായിക്കാൻ, കളിക്കാൻ, ഇഷ്ടം പോലെ കളിക്കാൻ സമയം തന്ന, വേർത്തൊലിച്ച് തിരിച്ചു വീട്ടിൽ വന്നാലും ഒരു വഴക്കും പറയാത്ത മുത്തശ്ശി, അമ്മുമ്മ, എൻ്റെ അമ്മുമ്മ. ഇതെല്ലാം നല്ല ഓർമ്മകളാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നു, നല്ല ഓർമ്മകൾ മക്കൾക്ക് കൊടുക്കാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർക്കും സാധിക്കട്ടെ. സത്യസന്ധരായ മക്കളാകാൻ നിങ്ങൾ കുട്ടികളെ പ്രേരിപ്പിക്കുക. വഴിതെറ്റിപ്പോകാതെ സത്യസന്ധരായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അങ്ങനത്തെ ആളുകൾ, നമ്മുടെ ഇടയിലുണ്ട്, നമുക്കറിയാവുന്ന ആളുകളുണ്ട്. സത്യസന്ധരായി ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന അംഗീകാരം. അബ്ദുൽ കലാം, എല്ലാവർക്കും നമുക്ക് എന്തൊരു അഭിമാനമാണ് അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോൾ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ്? എൻ്റെ രാഷ്ട്രപതിയുടെ ബംഗ്ലാവിലിരിക്കുമ്പോൾ, അവിടുത്തെ ശീതീകരണ മുറിയിലിരിക്കുമ്പോഴോ അവിടുത്തെ ഫാനുകളോ എനിക്ക് എൻ്റെ അമ്മ എന്നെ വിശറി കൊണ്ട് വീശി മടിയിൽ കിടത്തിയപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ ആ ഒരു സന്തോഷത്തിൻ്റെ അറ്റത്തോലും എത്തില്ല എന്നാണ് അബ്ദുൽ കലാം പറഞ്ഞത്. MT വാസുദേവൻ നായർ, അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ്, എന്നെ ഒരു കഥയെഴുത്തുകാരനാക്കിയത് എൻ്റെ അമ്മയും എൻ്റെ അമ്മായിയും അമ്മുമ്മയും എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. നല്ല കഥകൾ പറഞ്ഞു തന്ന ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എല്ലാത്തിനേക്കാളുപരി സാക്ഷാൽ വിവേകാനന്ദൻ്റെ കാര്യം ഓർത്ത് നോക്കൂ. വിവേകാനന്ദൻ്റെ കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. വിവേകാനന്ദൻ കുഞ്ഞിലെ വളരെ കുസൃതിയായിരുന്നു. നരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആയിരുന്നു. നരേന്ദ്രൻ ക്ലാസ്സിലെ ഏറ്റവും കുസൃതി കുട്ടിയായിരുന്നു. അപ്പോൾ ഒരു പ്രോബ്ലം ചൈൽഡായിട്ട് എപ്പോഴും ടീച്ചർ വഴക്ക് പറയും. ഒരു ദിവസം ടീച്ചർ പറഞ്ഞു, ടീച്ചർ അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വഴക്ക് പറഞ്ഞ ഒരു ദിവസം വഴക്ക് ഒക്കെ കേട്ടിട്ട് വീട്ടിൽ വന്നു. ആ ടീച്ചർ, അമ്മയും വല്ലാതെ വിഷമിച്ചു. വന്നപ്പോൾ അന്ന് അതിനെ വഴക്ക് പറഞ്ഞത് എന്തിനാ? ഒരു ദിവസം ടീച്ചർ വഴക്ക് പറഞ്ഞ്, നിനക്ക് ആരാകണമെന്ന് നരേന്ദ്രനോട് ചോദിച്ചപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, എനിക്കൊരു കുതിരക്കാരനായാൽ മതി. അത് ടീച്ചറെ എന്തോ മോശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതുപോലെ ടീച്ചർക്ക് തോന്നി. തർക്കുത്തരം പറയണമെന്ന് ചോദിച്ചിട്ട് അമ്മയെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അപ്പം എന്തിനാ അമ്മയെ വിളിപ്പിച്ചത്? കുതിരക്കാരനാവാൻ പോകണമെന്ന് തർക്കുത്തരം പറഞ്ഞതിനല്ലേ? വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം അമ്മ ഈ മോനോട് പറഞ്ഞു, ഗീതോപദേശം ആ പടം കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഒരു നല്ല കുതിരക്കാരനാവാൻ എൻ്റെ മകന് സാധിക്കണം എന്ന്. നോക്കൂ, എവിടെ പോയി ആ അമ്മയുടെ സ്ഥാനം? അതുപോലെ ആയില്ലേ ആ മകൻ? ഇതുപോലെ ആരുടെ കാര്യം വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ. മുഹമ്മദ് നബി, അമ്മയുടെ പാദങ്ങളിലാണ് സ്വർഗം എന്നാണ് നബി പറഞ്ഞത്, ശരിയല്ലേ? അമ്മയുടെ പാദങ്ങളിലാണ് സ്വർഗം എന്ന് പറഞ്ഞ നബി. ഓരോരുത്തരുടെ കാര്യം എടുത്തു നോക്കൂ. അപ്പോൾ നല്ല അമ്മയാകാനും നല്ല അച്ഛനാകാനും മനസ്സിൽ നിന്നാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരേണ്ടത്. അതൊരു ക്ലാസ് കേട്ടോ പുസ്തകം വായിച്ചോ ഒന്നും കിട്ടേണ്ടതല്ല. ഇത് വരും, നിങ്ങളുടെ മനസ്സിൽ വരും. നിങ്ങളുടെ മനസ്സിൽ വാത്സല്യവും നിങ്ങളുടെ വിവേകവും ആ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രം മതി. നമുക്ക് സദ്ഗുണങ്ങളുള്ള ബുദ്ധിശാലികളെയാണ് ആവശ്യം.
സംസ്കാരമുണ്ടെങ്കിലേ മാനസിക പരിവർത്തനം ഉണ്ടാകൂ എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. വിദ്യയും സംസ്കാരവും കൂടി ഒത്തുചേർന്നാലേ അവർ ബഹുമാന്യരും പൂജനീയരും ഒക്കെ ആവുകയുള്ളൂ സമൂഹത്തിൽ. അതുകൊണ്ട് നല്ല ഓണസ്റ്റായിട്ട് സത്യസന്ധരായി ജീവിക്കാൻ, നല്ല നട്ടലുള്ള മക്കളാവാൻ, അതല്ലാതെ ഈ ഫിഷ് ബോൺസ്, ഈ മീൻ്റെ മുള്ളു പോലെ ഒടിയണ നട്ടല്ലാവരുത്. നല്ല നട്ടലുള്ള എഫക്റ്റീവായിട്ടുള്ള ബാക്ക് ബോണുള്ള മക്കളാകാൻ നമ്മൾക്ക് നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തി സ്നേഹത്തോടെ വാത്സല്യത്തോടെ, അവരെ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തി അവരെ ഇങ്ങനെ പ്രാകരുത്. ഒരിക്കലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർത്തോണം കേട്ടോ, കുട്ടികളെ പ്രാഗ് ചെയ്യരുത്. എപ്പോഴാണ് നമ്മുടെ നാക്ക് ബലിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും കുട്ടികളെ പ്രാകരുത്. പോസിറ്റീവായിട്ട് മാത്രം പറഞ്ഞു കൊടുക്കുക, വീട്ടിൽ അങ്ങനെ മാത്രം പറയുക, അങ്ങനെ മാത്രം സംസാരിക്കുക. ഒരു ബോണ്ടിങ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുക. നല്ല മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ, അമ്മ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് കണ്ട്, അച്ഛൻ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് കണ്ട്, മറ്റുള്ളവരെ അംഗീകരിക്കുന്നത് കണ്ട് മക്കൾ വളരട്ടെ. അവരും മറ്റുള്ളവരെ ബഹുമാനിക്കും, മറ്റുള്ളവരെ അംഗീകരിക്കും, മറ്റുള്ളവരെ സ്നേഹിക്കും. എങ്ങനെ സ്നേഹിക്കണം എന്നതും ഒരു കലയാണ്. എങ്ങനെ സ്നേഹിക്കണം എന്നതൊരു കലയാണ്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതികളും കാഴ്ചപ്പാടുകളുമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലും കാഴ്ചപ്പാടുകളിലൂടെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ മക്കളെ ചേർത്ത് നിർത്താനും അവർക്ക് നല്ല ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കുവാനും നല്ല ചിന്തകൾക്കുടമകളാകാനും നല്ല മനോഭാവങ്ങൾക്കുടമകളാകാനും ഒക്കെ നിങ്ങളുടെ പാരൻറ്റിങ് കൊണ്ട് അവർക്ക് സാധിക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ നന്മകളും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മക്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവരെല്ലാവരും നമുക്കും സ്കൂളിനും നായർ സർവീസ് സൊസൈറ്റിക്കും അഭിമാനമാകുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, മന്നത്താചാര്യൻ അന്തി ഉറങ്ങുന്ന ഈ മണ്ണിൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ എനിക്ക് അവസരം തന്ന ഈ സ്കൂളിൻ്റെ അധികൃതരെയും പ്രത്യേകം ജയകുമാറിനെയും എൻ്റെ സഹോദര തുല്യനായ ജയകുമാറിന് നന്ദി അർപ്പിച്ചുകൊണ്ടും എൻ്റെ എല്ലാ വാക്കുകളും സർവേശ്വരനിൽ അർപ്പിച്ചുകൊണ്ടും, എൻ്റെ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അതിലെന്തെങ്കിലും ഒരു ടിപ്പ് യൂസ്ഫുള്ളായാൽ എൻ്റെ ജീവിതം ധന്യമായി എന്ന് ഞാൻ കരുതുന്നു. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി മക്കൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.